السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തു നിസായിലെ 43-ാമത്തെ ആയത്താണ്. സൂറത്തു നിസായിലെ 43-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരവസ്ഥയിൽ. വലാ ജുനുബൻ, അതുപോലെ തന്നെ ജനാബത്തുകാരനായിട്ടും നിങ്ങൾ നിസ്കരിക്കരുത്. ഇല്ല ആബിരി സബീലിൻ, മസ്ജിദിലൂടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നടക്കേണ്ടി വരിക എന്നല്ലാതെ നിസ്കാരത്തിലേക്കോ മസ്ജിദിലേക്കോ നിങ്ങൾ ജനാബത്തുകാരനായി വരരുത്. ഹത്താ തഗ്തസിലു, നിങ്ങൾ കുളിക്കുന്നത് വരെ, അഥവാ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാകുന്നവരെ. വഇൻ കുൻതും മർളാ, ഇനി നിങ്ങൾ രോഗിയാണ് എങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയിലാണ് എങ്കിൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്ത് അശുദ്ധിക്കാരനായി, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നിങ്ങൾ അശുദ്ധിക്കാരനായി എങ്കിൽ, ഫലം തജിദൂ മാഅൻ, എന്നിട്ട് നിങ്ങൾ വെള്ളം അന്വേഷിച്ച് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ, ഫതയമ്മമു, നിങ്ങൾ തയമ്മും ചെയ്യുക. സഈദൻ ത്വയ്യിബ, ശുദ്ധിയുള്ള മണ്ണുപയോഗിച്ച്. ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും അതുകൊണ്ട് തടവുക. ഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറാ, അല്ലാഹു തആല ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനും പാപങ്ങൾ പുറത്തു നൽകുന്നവനുമാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, സത്യവിശ്വാസികളെ വിളിച്ചു പറഞ്ഞു, ലാ തഖ്റബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ, ലഹരി ബാധിച്ച അവസ്ഥയിൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത്, നിസ്കരിക്കരുത്, മസ്ജിദിലേക്ക് വരരുത്. മദ്യം എന്നുള്ളത് ലഹരി ബാധിപ്പിക്കുന്ന പ്രധാനമായും മദ്യം, അതുപോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നായിരുന്നു. പഴച്ചാറുകളിൽ നിന്ന്, ഗോതമ്പിൽ നിന്ന്, അതുപോലെ തന്നെ മുന്തിരിയിൽ നിന്നെല്ലാം മദ്യമുണ്ടായിക്കൊണ്ട് അതിൻ്റെ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്, കുടിക്കുക എന്നുള്ളത് അന്ന് വളരെയധികം വ്യാപിച്ചിരുന്നായിരുന്നു. ഇസ്ലാം ആദ്യകാലത്ത് തന്നെ ഒറ്റയടിക്ക് മദ്യം വിരോധിച്ചിട്ടില്ല. അതിൻ്റെ ഘട്ടങ്ങളിൽ രണ്ടാമതായി ഇറങ്ങിയ ഒരായത്താണ് ഈ ആയത്ത്. ഇതിനുശേഷമുള്ള മറ്റൊരായത്ത് കൊണ്ട് ഈ ആയത്തിൻ്റെ നിയമത്തെ നസ്ഖ് ചെയ്തിട്ടുണ്ട്. അതായത് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് ഇവിടെ എന്താ പറയുന്നത്, മദ്യപിച്ച് ലഹരി ബാധിച്ച് നിസ്കാരത്തിലേക്ക് വരരുത് എന്നാണ് പറയുന്നത്. പക്ഷേ മദ്യം ഹറാമാണെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങൾ കുടിക്കുമോ? ഇല്ല. പക്ഷെ ഇവിടെ ഉദ്ദേശം, ഇതിന് ഇടയിൽ മദ്യം നിരോധിക്കുന്ന 3 ഘട്ടങ്ങളിൽ, 3 ആയത്തുകളിലായിട്ടാണ് വിരോധിച്ചിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്തിൻ്റെ ഹുക്കുമിനെ, നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് എന്നുള്ള ഹുക്കുമിനെ മൊത്തത്തിൽ മദ്യത്തെ വിരോധിച്ചുകൊണ്ട്, ലഹരിയെ വിരോധിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. മദ്യം വിരോധിച്ച ആയത്തുകൾ പ്രധാനമായും 3 തരത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തേത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ആ രണ്ടെണ്ണത്തിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അത് അന്ന് ആ നാടുകളിൽ പിന്നെ വളരെയധികം സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു മദ്യത്തിൻ്റെ കച്ചവടവും അതുപോലെ ചൂതാട്ടങ്ങളും. മൊത്തം ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാമ്പത്തികമായ കുറേ നേട്ടങ്ങൾ, നിലനിൽപ്പ് അതുകൊണ്ടുണ്ട്. പക്ഷെ അതിലുള്ള ദോഷമാണ് കൂടുതൽ എന്ന് അല്ലാഹു തആല ആദ്യം പറഞ്ഞു. രണ്ടാമത് മദ്യവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
ഒരു മുഅ്മിനീങ്ങളോട് നിസ്കരിക്കുന്ന സമയത്ത് മദ്യപിച്ച അവസ്ഥയിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്നുള്ള, മസ്ജിദിലേക്ക് വരരുത് അല്ലെങ്കിൽ നിസ്കരിക്കരുത് എന്നുമായിട്ടുള്ള ആയത്തുകൾ ഇറങ്ങി. മൂന്നാമത്തെ ആയത്ത് പൂർണ്ണമായും മദ്യത്തെ വിരോധിച്ചുകൊണ്ടുള്ളതാണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇനി വരുന്നുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. മദ്യവും ചൂതാട്ടവും അതുപോലെയുള്ള കാര്യങ്ങൾ പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്, അത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് മദ്യം പൂർണ്ണമായി വിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങി. അപ്പോൾ അതിനിടയിലുള്ള രണ്ടാമത് ഇറങ്ങിയ ആയത്താണ് നിസ്കരിക്കുമ്പോൾ മദ്യപിച്ച അവസ്ഥയിൽ വരരുത് എന്നുള്ളത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഹുക്മിനെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായി വിരോധിച്ചിട്ടുള്ള ആയത്ത് കൊണ്ട്. നമുക്കറിയാം, മദ്യം എന്നുള്ളത് ഒരാളുടെ ബുദ്ധിയെ തിരിച്ചു കളയുന്ന ലഹരി ഏതുമാവട്ടെ. ഇന്നിപ്പോൾ ഒരുപാട് സിന്തറ്റിക് ഡ്രഗ്സും അതുപോലെ തന്നെ മദ്യം തന്നെ കൃത്യമായി ഉണ്ടാക്കുന്ന രീതിയിലുള്ളതും, അന്ന് കാലത്ത് പഴച്ചാറുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെയുള്ളതാണ് അധികം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മദ്യം എന്നുള്ളത്, ലഹരി എന്നുള്ള ഇസ്ലാം ശക്തമായി വിരോധിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും മാതാവ് എന്ന നിലയ്ക്ക്, അഥവാ അത്രയും ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. നാളെ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റമാണ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്. ഇന്ന് വളരെയധികം നാടുകളിൽ വർദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുകയും നമ്മുടെ മക്കളെ അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചെടുക്കുകയും വേണം. ദുനിയാവും പോവും പരലോകം പോവും. ഇന്നത്തെ കാലത്തെ ഈ ലഹരി എന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തിന് മാത്രം രോഗം ബാധിക്കുന്ന ഒന്നല്ല, ഒരാളുടെ ബുദ്ധി തന്നെ ഭ്രാന്തന്മാരായി പോകുന്ന അവസ്ഥയിലുള്ളതാണ് പലപ്പോഴും നാടുകളിലുള്ളത്. അത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നസ്ഖ് ചെയ്യപ്പെട്ട ഒരു ആയത്താണ്. അന്ന് ആദ്യഘട്ടത്തിൽ വിരോധിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ്. വലാ ജുനുബൻ ഇല്ല ആബിരി സബീലിൻ. അതുപോലെ തന്നെ ജനാപത്തുകാരനായിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കരുത്, നിസ്കാരത്തിലേക്ക് വരരുത്. അതിൻ്റെ ഉദ്ദേശം നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്കും മസ്ജിദിലേക്കും വരരുത്. ജനാപത്ത് നമുക്കറിയാം വലിയ അശുദ്ധിക്കാരനാവുക എന്നുള്ളത്. ആ വലിയ ശുദ്ധിക്കാരൻ, അവൻ വലിയ അശുദ്ധിക്കാരനാണ് എന്നുള്ള അറിവോടുകൂടി വേണം എന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് കുഫ്റാണ്. അത് വലിയ ഗൗരവമുള്ള പാപമാണ്, അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ജനാപത്തുകാരനാണെന്ന് അവൻ അറിയാം, എന്നിട്ടും അവൻ നിസ്കരിക്കുകയാണ് എന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അത് കുഫ്ർ പോലെ ഗൗരവമുള്ള കുറ്റമാണ്. അത് കളിയാക്കിക്കൊണ്ടാണെങ്കിൽ എന്തായാലും കുഫ്റാണ്, വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതറിയില്ല എങ്കിൽ, അവന് അറിവില്ല, അവന് ഓർമ്മയില്ല, അതൊന്നും ഓർമ്മയില്ലാതെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മസ്ജിദിലേക്ക് ജനാപത്തായി കാരണം കൊണ്ട് നിസ്കരിക്കുകയോ മസ്ജിദിലേക്ക് വരികയോ ചെയ്യരുത്. ഇല്ല ആബിരി സബീലിൻ. എന്തെങ്കിലും ഒരു വഴി, മസ്ജിദ് കടന്നു പോകുന്ന ഒരു ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ മസ്ജിദിൽ തങ്ങുകയോ അല്ലെങ്കിൽ മസ്ജിദിൽ നിസ്കാരത്തിന് കൂടുകയോ ഒന്നും പാടില്ല. എന്തെങ്കിലും ആവശ്യത്തിന് കടന്നു പോവുക എന്നുള്ളത് മാത്രമേ അനുവാദമുള്ളൂ. ഹത്താ തഗ്തസിലു. നിങ്ങൾ കുളിക്കുന്നത് വരെ. ഇവിടെ കുളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ ഒരാൾ എന്ത് വേണം? കുളിക്കണം. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനുള്ള നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ നനച്ചുകൊണ്ട് അതിൽ വായും മൂക്കും വായ കൊപ്പിളിച്ചുകൊണ്ട് മൂക്കിൽ വെള്ളം ചീറ്റിക്കൊണ്ട് അവൻ കുളിക്കണം. ശരീരം മുഴുവൻ നനച്ച് കുളിക്കണം. എന്നാലാണ് നിയ്യത്തിൽ, എന്നാണ് വലിയ ശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധിയാവുകയുള്ളൂ. ശുദ്ധിയാകാതെ മസ്ജിദിലേക്കോ നിസ്കാരത്തിലേക്കോ വരരുത് എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയൊരു ഇളവ് ചെയ്തിട്ടുള്ള വലിയൊരു ഔദാര്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് തയമ്മും എന്നുള്ളത്. വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ രോഗിയാവുകയാണ്, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾക്കൊരു രോഗം ബാധിക്കുകയാണ്. ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ നിങ്ങളൊരു യാത്രയിലാണ്, വെള്ളം ലഭിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നിങ്ങളൊരു യാത്രയിലായി. ആകെയുള്ള വെള്ളം കുടിക്കാനും മറ്റും മാത്രമേ ഉള്ളൂ, അല്ലാതെ ശുദ്ധിയാകാനൊന്നും വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത് ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധിക്കാരനായി, കാഷ്ടിച്ചുകൊണ്ടോ മൂത്രിച്ചുകൊണ്ടോ ചെറിയ അശുദ്ധിക്കാരനായി, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് വലിയ അശുദ്ധിക്കാരനായി, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലെത്തുകയാണ്. അവിടെ രോഗിയാകുമ്പോൾ വെള്ളമുണ്ടെങ്കിലും അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് തയമ്മും ചെയ്യാം. യാത്രക്കാരനാണെങ്കിൽ വെള്ളം കുടിക്കാനും മറ്റും മാത്രമേ ഉള്ളൂ എങ്കിലും അയാൾക്ക് തയമ്മും ചെയ്യാം. ഇനി യാത്രക്കാരനൊന്നും അല്ല, അയാൾ നാട്ടിൽ തന്നെ മുഖയുമാണ് എങ്കിൽ, വെള്ളം ലഭിച്ചിട്ടില്ല എങ്കിൽ, തൊട്ടടുത്ത് പറയാണ് ഫലം തജിദൂ മാഅൻ. അപ്പോൾ ശുദ്ധിയാകേണ്ട ഒരു സന്ദർഭത്തിൽ നിസ്കരിക്കാൻ സമയമായി, നിസ്കാരത്തിന് സമയമായി, ശുദ്ധിയാകാൻ വെള്ളമില്ല, നിങ്ങൾ അന്വേഷിച്ചു, വെള്ളം തേടി, നിങ്ങൾ നോക്കി, കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കി, ഒരു വഴിയില്ല, വെള്ളം കിട്ടുന്നില്ല, വെള്ളമില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബ, ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾക്ക് തയമ്മും ചെയ്യാവുന്നതാണ്.
ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും, നിങ്ങൾ ആ മണ്ണ് കൊണ്ട് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും തടവുക എന്ന് പറഞ്ഞു. അതായത് വുളു എടുക്കാൻ ഇപ്പോൾ രോഗം കാരണത്താൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥ, വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അതല്ല എങ്കിൽ യാത്രക്കാരനായിട്ടോ വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ അല്ലാഹു തആല ശുദ്ധിയാകാൻ അനുവദിച്ചിട്ടുള്ള മാർഗമാണ്, ചെറുതോ വലുതോ അശുദ്ധിയാവട്ടെ, ശുദ്ധിയാകാനുള്ള മാർഗമാണ് തയമ്മും എന്നുള്ളത്. തയമ്മും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ അഥവാ നജസൊന്നും കലരാത്ത മണ്ണ്, അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലം, അല്ലെങ്കിൽ ഗുബാറുള്ള പൊടിപടലമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു ചുമര്, ആ ചുമരിൽ പൊടിപടലുണ്ട്, അവിടെ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. പക്ഷേ പെയിന്റ് അടിച്ചിട്ടുള്ള പൊടിയൊന്നും ഇല്ലാത്ത ഭാഗത്താണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. പൊടിപടലമുള്ള മണ്ണിന്റെ അംശമുള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൈകൊണ്ട് അടിക്കുകയും എന്നിട്ട് അതിലെ ആ പൊടിപടലങ്ങൾ ഊതി ഒന്ന് കളയുകയും ചെയ്തിട്ട് മുഖം മൊത്തം തടവണം, മുഖം മുഴുവൻ തടവണം. അതിനുശേഷം വലത്തെ കൈകൊണ്ട് ഇടത്തെ കഫും ഇടത്തെ കൈകൊണ്ട് വലത്തെ കഫും അഥവാ കൈപ്പത്തി മുകളിലൂടെ തടവുക. അതാണ് തയമ്മുമിന്റെ രൂപം. ചില പണ്ഡിതന്മാർ മുട്ടുൾപ്പെടെ തടവുക എന്ന് മദ്ഹബിന്റെ ഇമാമിയങ്ങളിലെല്ലാം അഭിപ്രായം കാണാം. പക്ഷെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈപ്പത്തിയുടെ മേലെ തടവിയതിൽ അത് മതിയായതാണ് എന്ന് പറഞ്ഞത് ഹദീസിൽ കാണാം. അപ്പോൾ ഇതാണ് തയമ്മുമിന്റെ രൂപം. ഇനി ആദ്യം കൈ തടവിയാലും രണ്ടാമത് മുഖം തടവിയാലും അതും ശരിയാണ്, രണ്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ അവൻ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. അത് ചെറിയ അശുദ്ധിയാവട്ടെ വലിയ അശുദ്ധിക്കും ഇതുപോലെ മതിയായതാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ വളരെ വലിയൊരു ഇളവാണ് നൽകിയിട്ടുള്ളത്. വെള്ളം ലഭിക്കാത്ത സന്ദർഭത്തിൽ, രോഗിയാണെങ്കിൽ വെള്ളമുണ്ടെങ്കിലും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ രോഗിക്ക് തയമ്മും ചെയ്യാം. അല്ലാത്ത സന്ദർഭങ്ങൾ, യാത്രക്കാരന് വെള്ളമുണ്ട് പക്ഷെ അത് അവൻ്റെ കുടിക്കാനും മറ്റുമേ ഉള്ളൂ എങ്കിലും അവന് തയമ്മും ചെയ്യാം. അല്ലാത്ത സന്ദർഭത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ശുദ്ധിയാകാനുള്ള മാർഗമാണ് ഭൂമിയുടെ പ്രതലത്തിൽ അല്ലെങ്കിൽ മണ്ണുള്ള പൊടിപടലമുള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിൽ, അതല്ലാത്ത സ്ഥലത്ത് പറ്റില്ല, പൊടിപടലമുള്ള പ്രതലത്തിൽ കൈയടിച്ചുകൊണ്ട് ഈ തയമ്മും ചെയ്യുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് വലിയൊരു ഇളവും അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഔദാര്യവുമാണ്. ഇന്നത്തെ ആയത്ത് അവസാനിപ്പിച്ചു, ഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അഫുവാണ്, ഗഫൂറാണ്, പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് വരരുത്, അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരായത്താണ്. മദ്യം, ലഹരി പൂർണ്ണമായും ഇസ്ലാമിൽ ഹറാമാക്കിയിട്ടുണ്ട്. രണ്ട്, ജനാബത്തുകാരനാവുകയോ അശുദ്ധിക്കാരനാവുകയോ ചെയ്ത് വെള്ളം ലഭിച്ചില്ല എങ്കിൽ തയമ്മും ചെയ്യാനുള്ള കൽപ്പനയാണ്. അത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രോഗികൾക്ക് വെള്ളം ഉണ്ടെങ്കിലും അവർക്ക് തയമ്മും ചെയ്യാം. അല്ലാത്ത സന്ദർഭത്തിൽ വെള്ളം ഇല്ലാത്തപ്പോൾ മാത്രമേ തയമ്മും ചെയ്യാൻ പറ്റുകയുള്ളൂ. വെള്ളം ഉണ്ടായിട്ട് ഒരാൾക്ക് തയമ്മും ചെയ്യൽ അനുമതിയല്ല, ശരിയാവുകയില്ല. അടുത്ത ആയത്ത് സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ അطീഉല്ലാഹ വഅطീഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്ത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ച് പറയുകയാണ്, അത്തീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅതീഉർ റസൂൽ, റസൂലിനെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയും അനുസരിക്കണം. ഈ മൂന്നെണ്ണം ദീനിന്റെ അടിസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് ഉലമാക്കൾ ഉസൂലുൽ മൻഹജ് സലഫി മൻഹജിന്റെ അടിസ്ഥാനമായി എണ്ണുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, തഹ്ഖീഖുത് തൗഹീദ്, രണ്ട്, തഹ്ഖീഖുൽ ഇത്തിബാ, മൂന്ന്, അസ്സംഉ വത്താഅ ലിവുലാത്തിൽ അംർ, ഭരണാധികാരികൾക്കുള്ള കേൾവിയും അനുസരണവും. തൗഹീദ് സാക്ഷാത്കരിക്കുക, സുന്നത്ത് സാക്ഷാത്കരിക്കുക അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് സാക്ഷാത്കരിക്കുക, മൂന്ന്, ഭരണാധികാരികൾക്കുള്ള കേൾവിയും അനുസരണവും. ഇതില്ലാതെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനിനെ കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. ഒന്നാമത്തേത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് നമുക്കറിയാം, അത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബാണ്, നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ ഇലാഹാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. രണ്ടാമത്തേത് വഅതീഉർ റസൂൽ, റസൂലിനെ അനുസരിക്കുക എന്നുള്ളത്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഫഖദ് അതാഅ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുസരണ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് അള്ളാഹുവിനുള്ള അനുസരണയാണ്. കാരണം അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിക്കാറുള്ളത്. ആ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണ്. മൂന്നാമത്തേത് വഉലിൽ അംരി മിൻകും,
നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരാരാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ ഉലമാക്കൾ പ്രധാനമായും പറഞ്ഞിട്ടുള്ള രണ്ട് കൂട്ടരെയാണ്. ഒന്ന് ഭരണാധികാരികൾ, ഉമറാക്കൾ. രണ്ട് ഉലമാക്കൾ, ഇൽമുള്ള ആളുകൾ. ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവർ ബൈഅത്ത് ചെയ്തിട്ടുള്ള, അവർ അംഗീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി. കാരണം മുസ്ലിമീങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ജമാഅത്തായിക്കൊണ്ടല്ലാതെ നടക്കില്ല. നിസ്കാരം, ജമാഅത്തുകൾ, ജുമുഅ, അതുപോലെ തന്നെ ജിഹാദ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുമിച്ച് നിന്നാലല്ലാതെ നടക്കില്ല. ഒരു സംഘം ഉണ്ടാവണമെങ്കിൽ, ഒരു ജമാഅത്തും ഉണ്ടാവണമെങ്കിൽ അതിന് അമീർ ഉണ്ടായിരിക്കണം. ഒരു നേതാവില്ലാതെ ഒരു സംഘം നിലനിൽക്കില്ല. കാരണം നേതാവിന് ഉണ്ടാവണം. ആ നേതാവ് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ നേതാവിന് കേൾവിയും അനുസരണവും നിർബന്ധമാണ്. ഇപ്പോൾ ഒരു നേതാവുണ്ട്, ആ നേതാവിന് ആരും കേൾക്കുന്ന അനുസരിക്കുന്നില്ലെങ്കിൽ ജമാഅത്ത് ഉണ്ടാവുമോ? ഇല്ല. ആ ജമാഅത്തിൽ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമുകളുടെ കാര്യങ്ങൾ നടക്കാൻ ഭരണാധികാരി ആവശ്യമാണ്. അതുകൊണ്ട് ആ ഭരണാധികാരിയെ ആ അധികാരത്തിന്റെ വിഷയത്തിൽ അനുസരിക്കണം. രണ്ടാമത് പറഞ്ഞ ഉലമാക്കളാണ്. ദീനീയായിട്ടുള്ള കാര്യങ്ങളിൽ അറിവുള്ള പണ്ഡിതന്മാർ, മുഫ്തികൾ, ഫത്വയ്ക്ക് യോഗ്യതയുള്ളവർ, ഖാളിമാർ, അവരുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതും മുസ്ലിമീങ്ങളുടെ മേലെ ബാധ്യതയാണ്. മിഫ്താഹ് ദാരി സആദ എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഉലമാക്കളിലേക്ക് ഒരു കാര്യം മടക്കിയിട്ട് അവരൊരു തീരുമാനം പറഞ്ഞാൽ അതനുസരിക്കൽ മുസ്ലിമീങ്ങളുടെ മേലെ നിർബന്ധമാണ്, അതിനെതിരായി ചെയ്യാൻ പാടില്ല എന്നീ ആയത്ത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉലമാക്കളിലേക്ക് കാര്യം മടക്കുകയും ഉലമാക്കൾ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുക എന്നുള്ള അവരെ ദീനിനെ സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉലിൽ അംർ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ. അധിക ആളുകളും ആദ്യകാലം മുതൽ, സ്വഹാബികളുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്ലാമിന്റെ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോകാനും ധാരാളം ഫിത്നകൾക്കും കാരണമായിട്ടുള്ള ഒരു കാര്യം ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ട കേൾവിയും അനുസരണവും ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്തിടത്തോളം കാലം. ഇപ്പോൾ ഒരു ഭരണാധികാരി നിസ്കരിക്കണ്ട എന്ന് പറയാണ്, അല്ലെങ്കിൽ കള്ളുടിക്കണം എന്ന് പറയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തിന് മുമ്പിൽ ഇബാദത്ത് ചെയ്യണം പറയാണ്, അതനുസരിക്കേണ്ട ആവശ്യമില്ല. ജീവൻ പോയാലും അനുസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അള്ളാഹുവിനെ ധിക്കരിക്കാത്തൊരു വിഷയം ആ ഭരണാധികാരി പറയുന്നുണ്ടെങ്കിൽ അതനുസരിക്കണം. അത് നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നതാണെങ്കിലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, അഥവാ ജീവൻ നഷ്ടപ്പെടുക ഉദ്ദേശിച്ചാൽ ജീവിതത്തിന് ദോഷം ചെയ്യുന്ന അവരിൽ നിന്നുള്ള ഉപദ്രവമാണെങ്കിലും, ഉപദ്രവിക്കുന്ന ഭരണാധികാരിയാണ് എങ്കിലും എന്ത് ചെയ്യണം? ആ ഭരണാധികാരിക്ക് അനുസരണം വേണം. മരിക്കാൻ പറഞ്ഞാൽ മരിക്കണം എന്നല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞ വാക്കിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചത് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെന്നോ, അതല്ല എൻ്റെ ഉദ്ദേശം. ആ ഭരണാധികാരി നമ്മെ ഉപദ്രവിക്കുന്ന ആളാണെങ്കിലും ആ ഭരണാധികാരിയെ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, നിങ്ങളുടെ പുറം പൊളിക്കാലും നിങ്ങളുടെ സമ്പത്തെടുത്താലും നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കേൾവിയും അനുസരണവും ഉണ്ടാവണം. ആ ഭരണാധികാരിയുടെ പിന്നിൽ ജമാഅത്തുകൾ നിസ്കരിക്കണം. ആ ഭരണാധികാരി ജിഹാദിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പിന്നിൽ ജിഹാദിനായി ഒരുങ്ങി നിൽക്കണം. എങ്കിൽ മാത്രമേ ആ ജമാഅത്ത് നിലനിൽക്കുകയുള്ളൂ. അത് നിശ്ചയം പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ രൂപവും പിശാചുക്കളുടെ ഖൽബുമുള്ള ഭരണാധികാരികൾ നിങ്ങൾക്കുണ്ടാകും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് റസൂലെ ആ സമയത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മഅ വഅതി', നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്തോടത്തോളം കാലം. കാരണം എങ്കിൽ മാത്രമേ ആ ജമാഅത്ത് അവിടെ നിലനിന്നുകൊണ്ട് മുസ്ലിമുകളുടെ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ. ഭരണാധികാരി ഇല്ല എങ്കിൽ കാര്യങ്ങളെല്ലാം അലങ്കോലമായിട്ട് അതിനേക്കാൾ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്, ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കൽ നിർബന്ധമാണ്, റസൂലിനെ അനുസരിക്കൽ നിർബന്ധമാണ്, ഭരണാധികാരിയെ അനുസരിക്കൽ അള്ളാഹും റസൂലും പറഞ്ഞ പരിധി വരെ നിർബന്ധമാണ്. അള്ളാഹും റസൂലും ധിക്കരിക്കാൻ പറഞ്ഞാൽ അതിനാവശ്യമില്ല, അല്ലാത്ത വിഷയങ്ങളിൽ അനുസരിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുകയാണ് എങ്കിൽ, പരസ്പരം മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു, അതായത് ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു, ചർച്ച വന്നു, എന്താണ് ചെയ്യേണ്ടത്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് പോയി ആ കാര്യത്തിൽ വിധി ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമായിട്ടുള്ള ഹദീസുകളിലേക്കും സ്വഹീഹായ ഹദീസുകളിലേക്കുമാണ് ഒരു വിഷയത്തിൽ മുസ്ലിമീങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ചർച്ചയിലായാൽ അവർ മടക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ.
ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്, ഏറ്റവും നന്നായിട്ടുള്ളത്. കാരണം അള്ളാഹും റസൂലും പറഞ്ഞതാണ് ഏറ്റവും നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കേണ്ട ദീനിന്റെ അടിസ്ഥാനങ്ങളാണ്. അള്ളാഹുവിനും റസൂലിനും ഭരണാധികാരിക്കുമുള്ള അനുസരണം, അതുപോലെ ഉലമാക്കൾക്കുള്ള അനുസരണം, അതുപോലെ തന്നെ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളത്. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട, അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിം ചെയ്യേണ്ട കാര്യം. അടുത്ത ആയത്ത് സൂറത്ത് നിസായിലെ 71-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റകും ഫൻഫിറൂ സുബാതിൻ അവൻഫിറൂ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധവുമായി ബന്ധപ്പെട്ട്, ജിഹാദുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരായത്താണ്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുദൂ ഹിദ്റകും, നിങ്ങൾ ജാഗ്രത പുലർത്തുക. അഥവാ നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ, അവർ നിങ്ങളെ പെട്ടെന്ന് ആക്രമിക്കുന്നതിനെ, നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിനെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്തുന്നതിനെ നിങ്ങൾ ജാഗ്രത സൂക്ഷിക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ എടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഫൻഫിറൂ സുബാതിൻ, നിങ്ങൾ ഓരോ സംഘങ്ങളായിട്ടോ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഓരോ സംഘങ്ങളായിട്ടോ, അവൻഫിറൂ ജമീഅൻ, മൊത്തമായിട്ടോ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത് ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരിക്ക് കീഴിൽ ഇസ്ലാമിക സമൂഹമുണ്ട് എങ്കിൽ അവർക്കെതിരെ ശത്രുക്കൾ യുദ്ധത്തിന് വരികയാണെങ്കിൽ തിരിച്ചു പോരാടണം. അത് മുസ്ലിമീങ്ങളുടെ മേലെ ബാധ്യമായിട്ടുള്ള കാര്യമാണ്. ജിഹാദ് ദീനിന്റെ ഉന്നതമായിട്ടുള്ള അമലാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് മുസ്ലിമീങ്ങളുടെ മേലെ നിർബന്ധ ബാധ്യതയാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് ഖുദൂ ഹിദ്റകും എന്നാണ്, നിങ്ങൾ ജാഗ്രത പുലർത്തുക എന്നാണ്. അഥവാ യുദ്ധത്തിന് അവരുടെ അക്രമം വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കണം. ഇപ്പൊ നമുക്ക് കാണാം, ചരിത്രത്തിൽ കോട്ടകൾ പണിതിട്ടുള്ളത് കാണാം, ഖന്ദക്ക് ശത്രുക്കൾ വരുന്നത് തടയാൻ വേണ്ടി കിടങ്ങു ഒഴിച്ചത് കാണാം, അതുപോലെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ പടച്ചട്ടയും എല്ലാം ധരിച്ചിറങ്ങിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഏതൊരു കാര്യത്തിനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ തന്നെ ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് സ്വീകരിക്കണമെന്ന്. വേറൊരു ആയത്തിൽ കാണാം, വഅഇദ്ദൂ ലഹും മസ്തതഅ്തും മിൻ ഖുവ്വത്തിൻ, നിങ്ങളുടെ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാം. അതായത് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ അള്ളാഹു തവക്കൽ ചെയ്ത ആളാണ്, എനിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട, വാളും വേണ്ട, പരിചയം വേണ്ട, അല്ലെങ്കിൽ വാഹനം വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഭൗതികമായ കാരണങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ സ്വീകരിക്കുകയും എന്നിട്ട് അള്ളാഹുൽ പരിപൂർണമായിട്ട് തവക്കുൽ ചെയ്യുകയും വേണം. ഹദീസിലും ഈ ആശയം കാണാം, ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹ്, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നീ ബരമേൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ മുന്നിടുക, താല്പര്യം കാണിക്കുക. വസ്തഇൻ ബില്ലാഹ്, അതിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനുള്ള അസ്ബാബുകളെ, കാരണങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം പരിചയം ഉണ്ടായിരുന്നു. പരിചയം എന്ന് പറഞ്ഞാൽ എന്താ, വസ്ത്രം അമ്പും മറ്റും തറക്കാതിരിക്കാൻ ഇടുന്ന അതുപോലെ വസ്ത്രം അല്ല പരിചയം ഒന്നുമില്ലേ. പരിചയം ഇങ്ങനെ തടയുന്ന സാധനമൊന്നുമില്ല. പടയങ്കി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയങ്കിയുടെ വിശേഷണങ്ങളൊക്കെ ശമായിലുൻ നബി പോലുള്ള കിതാബുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള വാളുകൾ, ഓരോന്നിനും ഓരോ പേരുകളായിട്ട് പലതരത്തിലുള്ള വാളുകൾ ഉണ്ടായിരുന്നു. വെള്ളിയുടെ പിടിയുള്ള വാളുകൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള രീതിയിൽ ഖന്ദക്ക് കുഴിച്ചതൊക്കെ എന്താണ്, തയ്യാറെടുപ്പാണ്, ശത്രുക്കൾ വരാതിരിക്കാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി കൂടി ആലോചിച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് മേഖലയിൽ, ഇപ്പൊ നമ്മൾ ദഅവത്തിന്റെ മേഖല ഇറങ്ങുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള സബബുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യുകയും വേണം. ഇതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക, ഇതുകൊണ്ടാണ് വിജയിക്കുക. ആളുകളുടെ ബലം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ കൊണ്ടോണോ ജയിച്ചിരിക്കുന്നത്? അല്ല. ഇസ്ലാമിൽ ഒരു യുദ്ധം അങ്ങനെ ജയിച്ചിട്ടില്ല. ബദ്റോ അതിനുശേഷം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു യുദ്ധം ഖന്ദക്ക് ഒഴിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാറ്റിനെ അയച്ച് അവരുടെ ഉള്ളിൽ പേടിപ്പിച്ചിട്ടാണ് ബദ്റിൽ മലക്കുകൾ ഇറങ്ങിയത്. അതിന് ഓരോ യുദ്ധത്തിലും ഇസ്ലാമിൽ കുറവായിരുന്നു. മറ്റ് ശത്രുക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആയുധങ്ങളാവട്ടെ, അംഗബലമാവട്ടെ, വാഹനങ്ങളാവട്ടെ മുസ്ലിമുകൾക്ക് കുറവായിരുന്നു. പക്ഷേ അള്ളാഹുൽ പൂർണ്ണമായ തവക്കുൽ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഒരുങ്ങാതെ അവർ പോയിട്ടില്ല. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഖുദൂ ഹിദ്റകും, നിങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഫൻഫിറൂ സുബാത്തിൻ, ചെറു ചെറു സംഘങ്ങളായിട്ടോ
വൻഫിറു ജമീഅ, പൂർണ്ണമായിട്ട് ഒരുമിച്ചിട്ടോ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞ് കാണാം. അഥവാ യുദ്ധത്തിന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഓരോ ഭാഗത്ത് ഓരോ സംഘങ്ങളായിട്ട് നിർത്തുന്നതും അതല്ലാതെയുമെല്ലാം ഓരോ തന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഏതാ യുദ്ധമെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ യുദ്ധത്തിൽ വളരെയധികം തന്ത്രം ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ കാണാം. മുന്നിലുള്ള ആളുകളെ പിന്നോട്ട് ആക്കുന്നതും അവിടുന്ന് അടുത്ത ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് പുതിയ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും അങ്ങനെ ശത്രുക്കളെ പേടിപ്പിക്കുകയും എല്ലാം ചെയ്ത യുദ്ധത്തിൻ്റെതായ തന്ത്രങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അസ്ബാബുകളെ, ഭൗതികമായിട്ടുള്ള കാരണങ്ങളെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 94-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ضربتم في سبيل الله فتبينوا. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദാ ضربتم في سبيل الله, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി നിങ്ങൾ പുറപ്പെടുമ്പോൾ, യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ, ഫതബയ്യനു, നിങ്ങളൊരു കാര്യം സ്വീകരിക്കണം, വ്യക്തമാക്കണം. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന, നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങളോട് സലാം പറയുന്ന ആള് നിങ്ങൾ മുഅ്മിനല്ല, സലാം പറയുന്ന വ്യക്തിയോട് നീ മുഅ്മിനല്ല, നീ സത്യവിശ്വാസിയല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. തബ്തഗൂന അർളൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട്. ഫഇൻദല്ലാഹി മഗാനിമു കസീറ, അള്ളാഹുവിൻ്റെ അടുക്കൽ ധാരാളം ഗനീമത്തുകളുണ്ട്, നേട്ടങ്ങൾ ലഭിക്കുന്നുമുണ്ട്. കദാലിക കുൻതും മിൻ ഖബൽ ഫമന്നല്ലാഹു അലൈക്കും, അതുപോലെ തന്നെയായിരുന്നു നിങ്ങൾ മുൻപും, അള്ളാഹു നിങ്ങളുടെ മേലെ അനുഗ്രഹം ചൊരിഞ്ഞതാണ്. ഫതബയ്യനു, നിങ്ങൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് ജിഹാദിൻ്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ്. ഇതിൽ അള്ളാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനായി പോകുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം മനസ്സിലാക്കിയാൽ ഒന്നുകൂടി ഈ ആയത്ത് എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം മുഫസ്സിരീങ്ങൾ പറയുന്നത് ബുഖാരിയിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന റജുലുൻ ഫീ ഗുനൈമത്തിൻ ലഹു ഫലഹിഖഹുൽ മുസ്ലിമൂൻ, ഒരിക്കൽ മുസ്ലിമീങ്ങൾ ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയോടൊപ്പം കുറേ ആടുകളും അതുപോലെ തന്നെ കുറേ സ്വത്തും സമ്പത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവരെ കണ്ടുമുട്ടി. അപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ശത്രുക്കൾ ഛിന്ന ഭിന്നമായി പോയപ്പോൾ ഈ വ്യക്തി അവിടെ ഒറ്റപ്പെട്ടതാണ്. അപ്പോൾ മുസ്ലിമീങ്ങളെ കണ്ടപ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് പറഞ്ഞു, ഫഖാല അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫഖതലൂഹു വഅഖദൂ ഗുനൈമതഹു, പക്ഷെ മുസ്ലിമീങ്ങൾ കാഫിറാണ് എന്ന നിലക്ക് അയാളെ വധിക്കുകയും യുദ്ധസന്ദർഭമാണ്, അയാളുടെ സ്വത്തുക്കളെല്ലാം ഗനീമത്തായി എടുക്കുകയും ചെയ്തു. ഫഅൻസലല്ലാഹു ഫീ ദാലിക ഹാദിഹിൽ ആയ, ഈ ആയത്ത് അതിൻ്റെ മേലെ ഇറങ്ങിയതാണ്. വേറെ ചില റിവായത്തിൽ ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയുണ്ടായി എന്നും കാണാം. ഇത് പിന്നെ ഈ ആരാണ് കൊന്നത്, ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവ് വന്നിട്ടില്ല. പക്ഷേ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് ഉസാമ റളിയല്ലാഹു അൻഹു ആണ് എന്നും, ചിലർ അല്ല അത് അബൂ ഖത്താദയാണ്, ചില അബൂദർദ ആണ് എന്നെല്ലാം പറഞ്ഞത് കാണാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ അന്ന് കാലത്ത് തന്നെ ശത്രുക്കളുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് ഒറ്റപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശത്രുക്കളെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുക്കൾ ഛിന്ന ഭിന്നായി പോകുന്ന സന്ദർഭത്തിൽ ഇവർ ചിലപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിലാവും ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ മുസ്ലിമുകളെ കാണുമ്പോൾ ഞാൻ മുസ്ലിം ആണെന്ന് അറിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇസ്ലാമിൻ്റെ തഹിയ്യത്തായിട്ടുള്ള സലാം, അതായത് ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള വ്യക്തി ഇങ്ങോട്ട് സലാം പറയുകയോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ മുസ്ലിമുകൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് എന്താ വിചാരിക്കുക,
മുസ്ലിങ്ങളുടെ സൈന്യത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടപ്പോൾ അവൻ എന്ത് പറഞ്ഞതാണ്? രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായിരിക്കും, സലാം അസ്സലാമു അലൈക്കും എന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതായിരിക്കും, യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ട് ഉണ്ടാകില്ല എന്നുള്ള ധാരണയിൽ എന്തു ചെയ്തു? ഈ വ്യക്തിയെ കൊല്ലുകയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്. അങ്ങനെ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഫതബയ്യനു, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ പറയുന്ന വ്യക്തി രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണോ, അതല്ല അവൻ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാണോ മുഅ്മിനാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഹദീസിൽ വന്നതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിപ്പോയി. അഥവാ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലുള്ളത് അറിയപ്പെട്ടതാണ്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് വന്നത് എന്നും കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ നീ വധിച്ചുവോ? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്നാൽ എന്ത് ചെയ്യും എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് പിടിച്ചെടുത്ത ഗനീമത്ത് സ്വത്ത് തിരിച്ചു കൊടുക്കുകയും അയാളെ വധിച്ചതിന് പകരം ദിയ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഒരു മുഅ്മിനെ വധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഇന്ന ആൾ പറഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് പറയാണ്, വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിന, നിങ്ങൾ എടുത്തു ചാടിക്കൊണ്ട് നിങ്ങളോട് സലാം പറഞ്ഞ ഒരാൾ, ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സലാം പറഞ്ഞ ഒരാൾ മുഅ്മിനല്ല, നീ മുഅ്മിനല്ല, നീ കാഫിറാണ് എന്ന് എടുത്ത വഴിക്ക് ഒന്നും പരിശോധിക്കാതെ ഒന്നും വ്യക്തമാക്കാതെ തിരിച്ചു പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അല്ലാഹു തആല ഈ ആയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, അയാളിൽ ഉണ്ടോ, അയാൾ രക്ഷപ്പെടാൻ പറഞ്ഞതാണോ എന്നൊന്ന് വ്യക്തമാക്കാനുള്ള സമയം അവിടെ നിങ്ങൾ എടുക്കണം. തബ്തഗൂന അറളൽ ഹയാത്തി ദുനിയ, ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വധിച്ച സന്ദർഭത്തിൽ ആ വ്യക്തിയോടൊപ്പം കുറേ സ്വത്തുകൾ ഉണ്ടായിരുന്നു, ആടുകളും അതുപോലെ തന്നെ കുറേ സ്വത്തുള്ള ആളായിരുന്നു. അപ്പോൾ അയാളെ വധിച്ചാൽ ശത്രുവാണ്, പക്ഷെ അയാളെ വധിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ ഭൗതികമായിട്ടുള്ള ഈ നേട്ടങ്ങൾ നേടാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ വാക്ക് പറയരുത്. സലാം പറഞ്ഞ ഒരാളെ നീ മുഅ്മിനല്ല എന്ന് പറയരുത്. ഫഇൻദല്ലാഹി മഗാനിമു കസീറ, അള്ളാഹുവിൻ്റെ അടുക്കൽ ധാരാളം നിങ്ങൾക്ക് നേട്ടമായി ലഭിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫഹല്ല ശഖഖ്ത അൻ ബത്നിഹി ഫഅലിംത മാ ഫീ ഖൽബിഹി, നീ അവൻ്റെ ഉള്ളു തുറന്നിട്ട് അവൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, അവൻ്റെ കൽബിനുള്ളിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ പറഞ്ഞത് എന്നെല്ലാം ചോദിച്ച സന്ദർഭം കാണാം. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് അറിയിക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു ചാടിക്കൊണ്ട് നിങ്ങൾ വധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇവിടെ പറയാണ്. എന്നിട്ട് നിങ്ങൾ അതും പ്രത്യേകിച്ച് അവൻ്റെ സ്വത്ത് ആഗ്രഹിച്ച് യുദ്ധത്തിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വത്ത് ലഭിക്കുമെന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറയാണ്. അല്ലാഹു തആല അവസാനത്തിൽ മുഅ്മിനീങ്ങളോട് പ്രത്യേകം പറയുന്നൊരു വാക്കുണ്ട്, കദാലിക കുൻതും മിൻ ഖബൽ, നിങ്ങൾ ഇതിനു മുമ്പ് അതുപോലെ ആയിരുന്നു. അഥവാ ശത്രുക്കളുടെ ഇടയിൽ ഇസ്ലാം വെളിവാക്കാൻ പറ്റാത്ത രീതിയിൽ, മുസ്ലിമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു കാലം നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ട്. സത്യവിശ്വാസികളോട് പറയും, നിങ്ങൾക്ക് എന്താണ് ഇജ്ജത്ത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊരു കാലത്ത് ഈ കുഫ്ർ ഉണ്ടായി അവിടുന്ന് മാറി വന്ന് ശത്രുക്കളുടെ ഇടയിൽ ഇസ്ലാം ഒന്ന് ഉറക്കെ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങളുമായിരുന്നു. ഫമന്നല്ലാഹു അലൈക്കും, എന്നിട്ട് അള്ളാഹു നിങ്ങളുടെ മേലെ ഔദാര്യം ചൊരിഞ്ഞതാണ്. ഫതബയ്യനു, അതുകൊണ്ട് നിങ്ങൾ ഒരാളെ വധിക്കുന്നതിന് മുമ്പ് ആ കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാണ്. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ ആയത്ത്, ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ഇത് ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾ ആ സ്വത്തിന് വേണ്ടി അവനെ വധിക്കുകയാണ് എങ്കിൽ അള്ളാഹു അത് അറിയുന്നവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ സഹാബികൾക്ക് ഇപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ആവട്ടെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആവട്ടെ ഇങ്ങനെ സംഭവിച്ചു പോയി. ഇതിൻ്റെ പേരിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല? കാരണം അവർ മുജ്തഹിദുകളാണ്. ആ സമയത്ത് അവരുടെ ജിത്തിഹാദിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയായിരിക്കുമെന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു മുജ്തഹിദിനെ സംബന്ധിച്ചിടത്തോളം അവന് ശരിയായാൽ 2 പ്രതിഫലവും,
അബദ്ധമാണ് സംഭവിച്ചത് എങ്കിൽ ഒരു പ്രതിഫലവുമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ യുദ്ധ സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് സലാം പറഞ്ഞുകൊണ്ട് മുസ്ലിമാണെന്ന് അറിയിക്കുന്ന വ്യക്തിയെ കാര്യം വ്യക്തമായി പരിഗണിക്കാതെ വധിക്കരുത് എന്ന ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിതുപോലൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 135 ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നീതിയോടുകൂടി അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുക. ഇപ്പം എന്തെങ്കിലും വിഷയങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും. സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസ്ഥ, ആ സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങൾ നീതിപൂർവമായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്ന് അള്ളാഹു തആല പറയാണ്. എന്നിട്ട് പറയാണ്, വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. അത് നിങ്ങൾക്ക് എതിരെ തന്നെയാണെങ്കിലും, നിങ്ങളുടെ അടുത്ത മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിലും, കുടുംബക്കാർക്ക് വേണ്ടിയാണെങ്കിലും. ഇപ്പം എന്തെങ്കിലും വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചാൽ അതിൻ്റെ ഉപദ്രവം ഒന്നുകിൽ നമുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കാണ്, നമ്മുടെ കുടുംബക്കാർക്കാണ് എന്ന് കരുതി എന്ത് ചെയ്യരുത്? കള്ളസാക്ഷ്യം വഹിക്കുകയോ സാക്ഷ്യം വഹിക്കൽ നിന്ന് ഒഴിവാകുകയോ ചെയ്യരുത്. ആ സാക്ഷ്യം വഹിക്കുമ്പോൾ അവിടെ സത്യത്തിന് വേണ്ടി നീതിപൂർവം, ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിപൂർവം വേണം നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ. എന്നിട്ട് പറയാണ്, ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ. ഇനി ആർക്ക് വേണ്ടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? അവനൊരു സമ്പന്നനാണ്, അപ്പോൾ അവന് സമ്പന്നനാണ്, അതുകൊണ്ട് അവനെ ഉപദ്രവിക്കാമെന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കേണ്ട, അവനെ കൊണ്ട് ഗുണമുണ്ടാവും എന്ന് കരുതിക്കൊണ്ടോ നിങ്ങൾ സാക്ഷ്യം വഹിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഒരു സാധു, ആ ഫക്കീറാണ്, അവനോടൊരു കാരുണ്യം തോന്നിയിട്ട് ഇനി അവനെതിരെ അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സാക്ഷ്യം നമ്മളായിരിക്കും സാക്ഷി, അപ്പോൾ അവനെ നമ്മൾ സാക്ഷ്യം വഹിച്ച് അവനൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അവൻ ദരിദ്രരാണ് അതുകൊണ്ട് അവനെ കാര്യമാക്കണ്ട, അവനെതിരെ എന്തും പറയാ എന്ന നിലക്കോ, അങ്ങനെ ഒന്നും നീതിയല്ലാതെ, നീതിപൂർവമല്ലാതെ നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. സാക്ഷ്യം വഹിക്കുമ്പോൾ നീതിപൂർവം മാത്രം വെക്കണം എന്ന് പറയാണ്. ഇൻ യകൂൻ ഗനിയൻ ഫഖീറൻ, സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, ഫല്ലാഹു ഔലാ ബിഹിമാ, അവരുടെ കാര്യത്തിൽ ഏറ്റവും അടുത്തിട്ടുള്ളത് അള്ളാഹുവാണ്. അവരുടെ കാര്യം അള്ളാഹുവാണ് ഏറ്റവും നോക്കേണ്ടത്. സാക്ഷ്യം വഹിക്കുമ്പോൾ നീതിപൂർവമായിരിക്കണം. എന്നിട്ട് പറയാണ്, ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ. നിങ്ങൾ നിങ്ങളെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് നീതിപൂർവമല്ലാതെ സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് തെറ്റായ രീതിയിലോ കളവായ രീതിയിലോ ഒന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. വഇൻ തൽവൂ ഔ തുഅരിദൂ. ഇനി നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറയാനോ, ഒരു സാക്ഷ്യം വഹിക്കാനോ, പക്ഷെ ഒരു കാര്യത്തിന് കൃത്യമായി സാക്ഷ്യം വഹിക്കാതെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു മറിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകാതെ പിന്തിരിഞ്ഞുകൊണ്ടോ നിങ്ങൾ പോവുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ്, അതിന് നമ്മോട് വിളിക്കുകയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം വഹിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ സാക്ഷ്യം നിൽക്കുന്നവനാണ് ഉത്തമൻ എന്ന് പറഞ്ഞു കാണാം. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആർക്കെതിരാണെങ്കിലും, നമ്മുടെ സ്വന്തത്തിനെതിരാണെങ്കിലും, മാതാപിതാക്കൾക്കോ കുടുംബക്കാർക്കോ, അല്ലെങ്കിൽ സമൂഹത്തിൽ സമ്പന്നതയുള്ള ആളോ അല്ലെങ്കിൽ ദരിദ്രനായ ഒരാളോട് കാരുണ്യം കൊണ്ടോ ഒന്നും ആ സാക്ഷ്യത്തിൽ നീതിപൂർവമല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സാക്ഷ്യം വഹിക്കരുത്. അവർക്ക് യോജിച്ചിട്ടും നിൽക്കാൻ പാടില്ല, അവർക്കെതിരായിട്ടും ഉള്ളതുപോലെ നീതിപൂർവം വേണം സാക്ഷ്യം വഹിക്കാൻ. അതിൽ നിങ്ങൾ ദേഹേച്ഛയെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയാം. നീ ആ സാക്ഷ്യം വഹിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കോട്ടിമാട്ടി വളച്ചൊടിച്ച് അങ്ങനെ പറയുന്ന അവസ്ഥയുണ്ടാകരുത്, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ നീതിയോടുകൂടി സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥകളിൽ നീതി പാലിക്കുക എന്നത്, ഇസ്ലാമിൽ നീതി എന്നുള്ളത്, നീതിയുടെ മതമാണ് ഇസ്ലാം. ഒരാളോടും അനീതി കാണിക്കാത്ത അത്രയും കൃത്യമായ നിയമവ്യവസ്ഥകളും ദുനിയാവിലാവട്ടെ പരലോകത്തെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ നീതിയോടുകൂടി അല്ലാതെ ഒന്നുമില്ല. ഇസ്ലാമിലെ ഒരു കാര്യം പോലും ഒരാൾക്ക് അർഹതപ്പെടാത്ത രീതിയിൽ ലഭിച്ചു എന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് അർഹതയുള്ളത് ലഭിച്ചില്ല എന്നോ വരുന്ന അവസ്ഥയില്ല.
അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നീതി പാലിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആയത്തും ഇതിനു ശേഷമുള്ള തൊട്ടടുത്ത ആയത്താണ് സൂറത്തുൻ നിസായിലെ 136-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് മുഅ്മിനീങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട ഈമാൻ കാര്യങ്ങൾ, ഈ വിശ്വാസ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, എ മുഅ്മിനീങ്ങളെ, ആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുക, അല്ലാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അവൻ്റെ റസൂലിൽ ഇറക്കിയിട്ടുള്ള കിതാബിൽ അഥവാ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുക. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, മുമ്പ് അല്ലാഹു തആല മുമ്പ് ഇറക്കിയിട്ടുള്ള കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കുക. വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ കുഫർ കാണിക്കുകയാണ്, നിഷേധിക്കുകയാണ്, വമലായികതിഹി, അവൻ്റെ മലക്കുകളിൽ, വകുതുബിഹി, അവൻ്റെ കിതാബുകളിൽ, വറുസുലിഹി, അവൻ്റെ റസൂലുകളിൽ, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരം വഴികേടിലായിരിക്കുന്നു. ഇവിടെ ഒരാൾ മുഅ്മിനാവണമെങ്കിൽ അവൻ്റെ നിർബന്ധമായിരിക്കേണ്ട അർക്കാനുൽ ഈമാൻ 6 കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അത് വിശ്വസിച്ച ആളുകളാണ് ആര്? മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് യാ അയ്യുഹല്ലദീന ആമനു, പിന്നെയും ആമിനു ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞ ആവശ്യം എന്താണ്? അത് ആവശ്യമില്ലല്ലോ, കാരണം വിശ്വസിച്ച ആളുകളാണ് മുഅ്മിനീങ്ങൾ. പിന്നെ ഇത് പറയാനുള്ള കാരണം എന്താണ്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അത് മരണം വരെ ഇസ്തിംറാറോടുകൂടി സബാത്തോടുകൂടി ഉറച്ചു നിൽക്കണം ഈ ഈമാൻ കാര്യങ്ങളിൽ എന്നറിയിക്കാനാണ് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഈമാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നത്. അതിൽ ഈമാനിൻ്റെ അടിസ്ഥാനം ആമിനു ബില്ലാഹി, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എല്ലാ വിശ്വാസ കാര്യങ്ങളും മടങ്ങുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ അസ്ലും മിനൽ ഉസൂൽ എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ, അള്ളാഹുവിലുള്ള വിശ്വാസം പറഞ്ഞു, അവൻ്റെ റസൂലിലുള്ള വിശ്വാസം പറഞ്ഞു, ശേഷം ആ റസൂലിനിറക്കിയ കിതാബ് ഖുർആനിലുള്ള വിശ്വാസം പറഞ്ഞു. അതോടൊപ്പം എന്ത് പറഞ്ഞു? മുൻപ് ഇറക്കിയിട്ടുള്ള കിതാബുകളും, അതായത് മുമ്പ് ഇറക്കിയിട്ടുള്ള കിതാബുകൾ ഏതാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ഇറക്കിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് എന്താ ഇറക്കിയിട്ടുള്ളത്? സബൂർ ഇറക്കിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ ഇറക്കിയിട്ടുണ്ട്. ഈ കിതാബുകൾ അള്ളാഹു ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കണം. അതല്ലാതെ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്നാണ് ഉദ്ദേശം? അല്ല, അതിൻ്റെ നിയമങ്ങളെല്ലാം ഖുർആൻ ഇറങ്ങിയതോടുകൂടി അതിൻ്റെ നിയമങ്ങൾ ബാധകമല്ല. ഖുർആൻ്റെ നിയമമാണ് ശരി, അതാണ് പൂർണ്ണമായിട്ടുള്ളത്. എന്നാൽ ഈ കിതാബുകൾ അള്ളാഹു ഇറക്കിയതാണ്, ഈ നബിമാർക്ക് ഇറക്കിയതാണ്, അതിൻ്റെ പേരുകൾ നമുക്കറിയുന്നത്, ആ പേരുകൾ അങ്ങനെ വിശ്വസിക്കണം. അതുപോലെ തന്നെ അത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഒരെണ്ണത്തിൽ ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ്, ഇഞ്ചീൽ എന്നൊരു കിതാബ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയിട്ടില്ല, അത് അള്ളാഹു ഇറക്കിയതല്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകും. കാരണം അവൻ്റെ വിശ്വാസം പഴിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കിതാബുകളിലും വിശ്വസിക്കണം. അതുപോലെ എല്ലാ റസൂലുകളിലും വിശ്വസിക്കണം. ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാം മുതലുള്ള റസൂലുകൾ, അള്ളാഹു നിയോഗിച്ച റസൂൽ, അത് ഒരു റസൂൽ അള്ളാഹിൻ്റെ റസൂൽ അല്ല എന്നൊരാൾ വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു റസൂല്, നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിൻ്റെ റസൂൽ അല്ല എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ കാഫിറാകും, അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകും. കാരണം ഒരു റസൂൽ നിഷേധിച്ചാൽ എല്ലാവരെയും നിഷേധിച്ച പോലെയാണ്. അപ്പോൾ എല്ലാ കിതാബിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈമാൻ കാര്യങ്ങളിലെ അടിസ്ഥാനങ്ങളെ പറഞ്ഞു. വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ, വമലായികതിഹി, അവൻ്റെ മലക്കുകളിൽ, വകുതുബിഹി, കിതാബുകളിൽ, വറുസുലിഹി, റസൂലുകളിൽ, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ അവിശ്വസിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരൻ വഴികേടിലായിരിക്കുന്നു എന്ന് പറയാം. ഈമാൻ കാര്യങ്ങൾ എത്രണ്ണം ഉള്ളത്? മൊത്തത്തിൽ 6 പക്ഷെ ഇതിൽ 5 പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിൽ പല സന്ദർഭങ്ങളിലും ഈ 5 മാത്രം ഒരുമിച്ച് പറയുകയും ഖദറിലുള്ള വിശ്വാസം വേറെ പറയുകയും ചെയ്യാം. ചില മുൻഗാമികളുടെ കിതാബുകളിൽ നമുക്ക് കാണാം 5 ഈമാൻ കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞത് കാണാം. അവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, ഖദറിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് 5 മാത്രം പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. പക്ഷേ ഹദീസ് ജിബ്രീലെല്ലാം 6 പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ചില മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ സാധിക്കും 5 ഈമാൻ കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞത് കാണാം. അവർ ഖദറിലെ വിശ്വാസം നിഷേധിച്ചുകൊണ്ടല്ല, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന നിലക്ക് ചിലർ അങ്ങനെ പറയാറുണ്ട്. ആ നിലക്കാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഖുർആനിൽ തന്നെ അതിനോടൊപ്പം തന്നെ ഖദറിലെ വിശ്വാസം ചില സന്ദർഭങ്ങളിൽ പരാമർശിക്കാറുണ്ട്. അപ്പോൾ ഈമാൻ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ
നിഷേധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ റസൂലുകളിൽ ഒരു റസൂലിനെ നിഷേധിച്ചാൽ, മലക്കുകളിൽ ഒരു മലക്കിനെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മാത്രം, അല്ലെങ്കിൽ ഒരു അള്ളാഹ് അറിയിച്ചിട്ടുള്ള ഒരു മലക്കിനെ മാത്രം, അങ്ങനെ ഒരു മലക്കില്ല, അതിലും വിശ്വസിക്കൂല പറഞ്ഞാൽ മൊത്തം ഈമാൻ കാര്യം അവിശ്വസിച്ചതിന് തുല്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കുഫർ വന്നാൽ ബഹുദൂരം വഴികേടിലാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വിളിച്ച് ഈ ഈമാൻ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചത് മരണം വരെ അതിൽ തുടർച്ചയായി നിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈമാൻ കാര്യങ്ങൾ എന്നുള്ളത്. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 144-ാമത്തെ ആയത്താണ്. മുമ്പ് പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള, നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാഹു തആല വീണ്ടും ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൻ്റെ ഒരു ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം അത്രയും തവണ ഇനിയും വരുന്നുണ്ട് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്. സൂറത്ത് നിസായിലെ 144-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ, നിങ്ങൾ കുഫാറുകളെ ഔലിയാക്കളായി ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, മുഅ്മിനീങ്ങൾക്ക് പകരം, സത്യവിശ്വാസികൾക്ക് പകരം കുഫാറുകളെ ഉറ്റമിത്രമായി നിങ്ങൾ സ്വീകരിക്കരുത്. അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻതജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ടുള്ള ഒരു ഹുജ്ജത്ത്, ഒരു സുൽത്താൻ, ഒരു രേഖ, ഒരു പ്രമാണം, ഒരു തെളിവ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് വലാ ബറാഇന്റെ വിഷയം. ഒരു മുഅ്മിൻ അവൻ ഉറ്റമിത്രമായി, അവൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ട്, അവൻ്റെ സ്നേഹബന്ധമുള്ളവനായിട്ട്, അവൻ അടുത്ത ബന്ധമുള്ളവനായിട്ട് അവൻ കൂട്ടുകൂടേണ്ടത് മുഅ്മിനീങ്ങളുമായിട്ടാണ്. അല്ലാത്ത പക്ഷം അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. മുനാഫിഖുകളുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് അള്ളാഹു ഇത് പറയുന്നത്. മുനാഫിഖീങ്ങളുടെ വിശേഷണമാണ് കാഫിരീങ്ങളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുക എന്നുള്ളത്. കാഫിരീങ്ങളെ ഉറ്റമിത്രങ്ങളായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് കച്ചവടം നടത്തുന്നതോ ക്രയവിക്രയം നടത്തുന്നതോ അല്ലാതെയുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശം. ഉറ്റമിത്രങ്ങളായി, സ്നേഹബന്ധമുള്ള, രഹസ്യ സൂക്ഷിപ്പുകാരായി, അത്രയും ഹൃദയബന്ധമുള്ള ആളുകളായിട്ട് മുഅ്മിനീങ്ങൾ ഒരിക്കലും കാഫിരീങ്ങളെ സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിക്കുന്നത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനം ചോദിച്ചൊരു ചോദ്യം നോക്കൂ, അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന, അള്ളാഹുവിന് നിങ്ങൾക്കെതിരെ വ്യക്തമായൊരു രേഖ, ഒരു പ്രമാണം, ഒരു തെളിവ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന്. അഥവാ കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അത് നിങ്ങൾക്കെതിരെ അള്ളാഹുവിനുള്ള വ്യക്തമായൊരു ഹുജ്ജത്തായി തീരുകയാണ്. മുനാഫിഖീങ്ങളുടെ അടയാളമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗൗരവമുള്ള കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ തെളിവ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഈ കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നത് മുഖേന. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അല്ലാഹു തആല ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യം, വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അള്ളാഹു സ്വന്തത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഈ കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നുള്ളത്. അപ്പോൾ മുനാഫിഖീങ്ങളുടെ അടയാളമായിട്ടുള്ള ഈ കാര്യം നമ്മളിലില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങൾ അവർ കൂട്ടുകൂടേണ്ടതും അവരെ സ്നേഹബന്ധമുണ്ടാകേണ്ടതും അതുപോലെ അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കേണ്ടതും മുഅ്മിനീങ്ങളെയാണ്, സത്യവിശ്വാസികളെയാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിഫാഖുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തമായൊരു പ്രമാണമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദി وحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. يا أيها الذين آمنوا, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകളിൽ നിങ്ങൾ വഫാ കാണിക്കുക, അഥവാ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക. വഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം, നിങ്ങൾക്ക് ബഹീമത്തുൽ അൻആം അനുവദനീയമാക്കിയിട്ടുണ്ട്, കന്നുകാലികൾ, അതിൻ്റെ മാംസം എന്ന നിലക്ക്. ഇല്ലാ മാ യുത്ല അലൈക്കും,
നിങ്ങൾക്കിനി പാരായണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒഴികെ. അതായത് സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്താണിത്. തുടർന്നുള്ള 3-4 ആയത്തുകളിൽ 3-ാമത്തെ ആയത്തിൽ എന്തെല്ലാമാണ് വിരോധിച്ചിട്ടുള്ളത്, ബഹീമത്തുൽ അൻആമിൽ എന്ന് പുറമേയുള്ള എന്തെല്ലാം നാൽക്കാലികളാണ് വിരോധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ പെട്ട ഏതൊക്കെ തരത്തിലുള്ളത്. ഗൈറ മുഹില്ലി സ്വൈദി വഅൻതും ഹുറും, അതുപോലെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന, ഹജ്ജിനോ ഉംറക്കോ എല്ലാം വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ആ സമയങ്ങളിൽ നിങ്ങൾ വേട്ടയാടരുത്, ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടരുത്. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ വിധിക്കുന്നു. ഇതിൽ പ്രധാനമായും 2-3 കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഔഫു ബിൽ ഉഖൂദ്, കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ അടയാളമാണ്. ഈമാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ് കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. പലതരത്തിലുള്ള കരാറുകളുണ്ട്, ഉഖൂദുകളുണ്ട്, അഖദുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒരടിമക്കുള്ള അഖദാണ്. അടിമയും ഉടമയും തമ്മിലുള്ള അഖദ്, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക, വിരോധനങ്ങൾ ഒഴിവാക്കുക, ആ കൽപ്പനകളിൽ കുറവ് വരാതെ ആ ഹക്കുകൾ പാലിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കരാറുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഒരടിമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ളത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളത്. ആ കരാറുകളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു അടിമയും അവൻ്റെ മാതാപിതാക്കളും കുടുംബക്കാരും തമ്മിലുള്ള കരാറുകളുണ്ട്, അഥവാ കടമകളുണ്ട്. എന്താണ്? അവരുമായിട്ട് ബന്ധം നിലനിർത്തുക, അവരോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുമുള്ള അവൻ്റെ സുഹൃത്തുക്കളോട്, അതുപോലെയുള്ള ആളുകളോടുള്ള കരാറുകളുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ അവൻ കച്ചവടമോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ മുആമലാത്തുകളെല്ലാം ഇടപെടുമ്പോൾ അതിൽ കരാറുകൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം സൃഷ്ടികളുമായിട്ടുള്ളതും സൃഷ്ടാവുമായിട്ടുള്ളതും ദീനിയായിട്ടുള്ളതും ഭൗതികമായിട്ടും എന്തെല്ലാം കരാറുകളിൽ ഒരു മുഅ്മിൻ ഇടപെടുന്നുണ്ടോ ആ കരാറുകളെല്ലാം പൂർത്തീകരിക്കണം. വഫാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക എന്നാണ്. അതിനോട് കൂറു പുലർത്തി അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ട് നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണം എന്ന് പറയാനുള്ള കാരണം. ശേഷം പറയുന്ന അടുത്ത വിഷയം ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം, നിങ്ങൾക്ക് നാൽക്കാലികൾ, കന്നുകാലികൾ, അതിൽ ബഹീമത്തുൽ അൻആമിൽ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്നത് ഒട്ടകം, ആട്, മാട് എന്നീ വർഗ്ഗങ്ങളാണ്. ചില പണ്ഡിതന്മാർ അതിൽ വന്യമൃഗങ്ങളായിട്ട് മാംസത്തിന് ഉപയോഗിക്കുന്ന മാന് അല്ലെങ്കിൽ കാട്ടുകഴുത ഇതെല്ലാം ഉൾപ്പെടുമെന്ന രീതിയിലും പറഞ്ഞത് കാണാം. അഥവാ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി നമുക്ക് അനുവദനീയമായിട്ടുള്ള ആ മൃഗങ്ങൾ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്, ബഹീമത്തുൽ അൻആം അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് പാരായണം ചെയ്യപ്പെടുന്നതൊഴികെ എന്ന് പറയാണ്. അപ്പോൾ എന്തെല്ലാം മൃഗങ്ങളാണ് അല്ലെങ്കിൽ മാംസങ്ങളാണ് ബഹീമത്തുൽ അൻആമിൽ പെട്ടതാണെങ്കിലും അതല്ലാതെയാണെങ്കിലും നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കിനി പാരായണം ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സൂറത്തുൽ മാഇദയിൽ തന്നെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം മാംസങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വിരോധിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ആയത്തൂടെയും പറയാണ് ഹുരിമത്ത് അലൈക്കും അൽ മൈതതു, നിങ്ങൾക്ക് ശവം ഹറാമാണ്, ശവം ഭക്ഷിക്കാൻ പാടില്ല. വദ്ദമു, അതുപോലെ തന്നെ രക്തം. വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം എന്നുള്ളത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. വമാ ഉഹില്ല ലിഗൈരില്ല, ഈ ശവത്തിൽ ഹദീസുകളിൽ ഒഴിവായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ വെട്ടുകിളി, ജറാദ്, അതുപോലെ മത്സ്യം, അത് ശവം ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ ദമ് എന്നുള്ള രക്തം എന്നുള്ളതിൽ അനുവദിക്കപ്പെട്ടതാണ്. കിബ്ദ്, ലിവർ, അതുപോലെ സ്പ്ലീൻ എന്ന് മലയാളിക്ക് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹ്, അള്ളാഹുവിന് പുറമെ ഉള്ളവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എല്ലാം കഴിക്കാൻ പാടില്ല, ഹറാമാണ്. വൽ മുൻഖനിഖത്തു, മുൻഖനിഖത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ചെത്തത്. വൽ മൗഖൂദത്തു, മൗഖൂദത്ത് എന്നാൽ അടിച്ചു വന്നത്. അത് ഒട്ടകാണെങ്കിലും ആടാണെങ്കിലും മാടാണെങ്കിലും ഈ ഇനത്തിലാണ് അത് ചാവുന്നതെങ്കിൽ ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ മുതറദ്ദിയത്തു, വീണ് ചത്തത്. വൻ നതീഹത്തു, അതുപോലെ തന്നെ കുത്തേറ്റ് ചത്തത്. വമാ അക്കല സബു ഇല്ലാ മാ ദക്കൈതും, അതുപോലെ തന്നെ വല്ല വന്യമൃഗങ്ങളും ഭക്ഷിച്ചത്, അതതിന് മുമ്പേ നിങ്ങൾ അറുത്തിട്ടില്ല എങ്കിൽ എന്താണ് അതും അങ്ങനെ ചാവുന്നതും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിൽ എന്താണ്
ഹറാമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇതിനു പുറമെ ഹദീസുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഭക്ഷിക്കാൻ യോഗ്യമായത് അല്ലാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊഴികെയുള്ള ബഹീമത്തുൽ അൻആം എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒട്ടകം, ആട്, മാട്, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പിന്നെ വന്യമൃഗങ്ങളിൽ പെട്ടതായി കൂട്ടുന്ന മാന്, അതുപോലെ കാട്ടുകഴുത, ഇതെല്ലാം നിങ്ങൾക്ക് ഭക്ഷണയോഗ്യമാണ് എന്ന് പറഞ്ഞു. ഗൈറ മുഹില്ലി സ്വൈദി വഅൻതും ഹുറും. അടുത്ത കാര്യം പറയുന്നത്, നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണ്. ഇഹ്റാമിലായിരിക്കുമ്പോൾ ഒരാൾ ഹജ്ജിന് വേണ്ടിയിട്ടോ ഉംറയ്ക്ക് വേണ്ടിയിട്ടോ ഇഹ്റാമിൽ പ്രവേശിക്കും. ഓരോ മിഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. അവൻ അതിൽ നിന്ന് തഹല്ലുലാകുന്നത് വരെ അവൻ ഇഹ്റാമിലാണ്. ആ ഇഹ്റാമിൽ ബാക്കിയുള്ള ആളുകൾക്ക് അനുവദനീയമായ ചില കാര്യങ്ങൾ പാടില്ല. ഇപ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തല മറക്കാനും തലയും അതുപോലെ തന്നെ കാലുകളും മറക്കുന്ന ആ രീതിയിലുള്ള പറ്റില്ല. സോക്സ് പോലെ അത് പാടില്ല. അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വേട്ടയാടാൻ പാടില്ല എന്നുള്ളത്. ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഇതിൽ പറയാണ്. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. അപ്പോൾ അള്ളാഹുവാണ് ഹക്കം, വിധി കൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ അവനറിയാം എന്താണ് അതിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏതാണ് ഒരു മനുഷ്യന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏതാണ് യോഗ്യമായിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ വിധി കൽപ്പിക്കുന്നു എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കരാറുകൾ പൂർത്തീകരിക്കണമെന്നുള്ളതും മാംസങ്ങളിൽ ബഹീമത്തുൽ അൻആമാണ് അനുവദനീയമായിട്ടുള്ളത്. അതല്ലാതെ വിരോധിക്കപ്പെട്ടത് സൂറത്തുൽ മാഇദയിലെ തന്നെ 3-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഭക്ഷണയോഗ്യമല്ലാത്തത് എന്നുള്ളത്. അതുപോലെ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടരുത് എന്നുള്ളതുമാണ്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്ത് തൊട്ടടുത്ത ആയത്ത് തന്നെയാണ് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അവമതിക്കുന്ന, അതിനൊരു മതിപ്പ് കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ കാണരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിഹ്നങ്ങളുണ്ട്. ഇപ്പോൾ കഅബ അത് അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളും സമയങ്ങളും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട് അറിയപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അള്ളാഹു തഅലീം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ചിഹ്നങ്ങളെ, അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി എടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ, അതിനെ ഒരു അനാദരവ് കാണിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. എന്നിട്ട് പറയാണ് എന്തെല്ലാമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. വലശ്ശഹ്റൽ ഹറാം, ഹുർമത്തുള്ള മാസങ്ങൾ എന്ന് പറയുന്ന 4 മാസങ്ങൾ, പവിത്രമായ 4 മാസങ്ങൾ, ആ മാസങ്ങൾക്കൊരു ആദരവുണ്ട്. അത് നിങ്ങൾ കണക്കാക്കണം. അവിടെ സ്വന്തം നഫ്സിനോട് മറ്റുള്ള മാസങ്ങളെക്കാൾ സൂക്ഷ്മത പാലിക്കേണ്ട, ഉൽമു ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള, യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള മാസമാണ്. ഏതൊക്കെയാണ് 4 മാസങ്ങൾ? റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 4 മാസങ്ങൾ. അതുപോലെ വലൽ ഹദിയ, ഹജ്ജുമായി ബന്ധപ്പെട്ട് അറവിനായി കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളോ ആടുകളോ അതുപോലെയുള്ളത്. വലൽ ഖലായിദ്, ഖലായിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറവിന് കൊണ്ടുപോകുന്ന അള്ളാഹുവിന് വേണ്ടി, ഇപ്പം ഹജ്ജിന് വേണ്ടി അറക്കുന്ന മൃഗങ്ങളെ തന്നെയാണ്. എന്നാൽ പ്രത്യേകമായി അതിൻ്റെ കഴുത്തിൽ ഇത് ഇന്നതിനുള്ളതാണ് എന്നുള്ള അടയാളമായി എന്തെങ്കിലും ഒരു കാര്യം വെക്കുന്നതിനാണ് ഖലായിദ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം പരിഗണിക്കപ്പെടാനാണ്. അങ്ങനെയുള്ളതിനോടൊന്നും ഒരു അനാദരവ് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള ഈ അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ കട്ടെടുക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട തീരയിൽ പരിഗണിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ വല ആമീനൽ ബൈത്തുൽ ഹറാം, ബൈത്തുൽ ഹറാം കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്ന ആളുകൾ, ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആളുകൾ, യബ്തഗൂന ഫദ്ലൻ മിൻ റബ്ബിഹിം വറിദ്വാന, അവർ അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഹറം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങ് ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ, അതുപോലെ തന്നെ വല്ല കച്ചവട ആവശ്യാർത്ഥം പോകുന്നവരാവട്ടെ, വല്ല ജോലി ആവശ്യാർത്ഥം പോകുന്നവർ ആകട്ടെ, അവരെല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരാണ്. അവർ ദുയൂഫുർ റഹ്മാനാണ്, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അവരെ ഇങ്ങനെ അവമതിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു വഇദാ ഹലൽതും ഫസ്താദു, നിങ്ങൾ
തഹല്ലുലായി കഴിഞ്ഞാൽ, ഇഹ്റാമിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ, ഇപ്പം ഉംറ നിർവഹിക്കുന്ന ഒരാൾ ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് തല മുണ്ടനം ചെയ്ത് കഴിഞ്ഞ് അതിന് തഹല്ലുലായി കഴിഞ്ഞാൽ ഫസ്താദു, നിങ്ങൾ പിന്നെ വേട്ടയാടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ എന്താണ്? ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേട്ടയാടരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞ് തഹല്ലുലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃഗങ്ങളെ വേട്ടയാടാവുന്നതാണ് എന്ന് പറഞ്ഞു. അടുത്ത വേറൊരു കാര്യം പറയുന്നത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅ്തദൂ, നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞതിൻ്റെ പേരിൽ ഒരു ഖൗമിനോട് അനീതി ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു വന്ന സന്ദർഭത്തിൽ ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല എന്ന നിലയ്ക്ക് തടയുകയും അവിടെ വെച്ച് അവർ തല മുണ്ടനം ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്ത സംഭവമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മുശ്രിക്കീങ്ങളോട് ഉംറ ചെയ്യാൻ അവർ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു വിദ്വേഷം, ഒരു അമർച്ച ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും ആ ആളുകളോട് അനീതി ചെയ്യുന്ന, അവർക്ക് അർഹമല്ലാത്ത രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന, തിരിച്ച് അനീതി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അവർ ചെയ്തു, അങ്ങനെ ചെയ്തവരാണ് എന്ന നിലക്ക് പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അവരോട് അനീതി കാണിക്കുന്ന ഒരവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ചതിച്ചു, അതിൻ്റെ പേര് തിരിച്ച് ചതിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾ ഇങ്ങോട്ട് കളവ് എന്തോ ചെയ്തു, അപ്പോൾ തിരിച്ച് അങ്ങോട്ടും കളവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നീതിപൂർവമാണ് ഇസ്ലാമിൽ ഏത് കാര്യവും ഉള്ളത്. അപ്പോൾ ആ ഒരു അമർഷ്യത്തിൻ്റെ പേരിൽ അവരോട് അക്രമം ചെയ്യുന്ന, അനീതി കാണിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത് എന്നും പറഞ്ഞു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യം, ബിർറ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബിർറ് എന്നുള്ള പദത്തിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലും തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളിലും തആവനു, പരസ്പരം നിങ്ങൾ സഹായിക്കുക. മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കേണ്ട മേഖലയിലാണ് പുണ്യം ചെയ്യാൻ. ഒരാൾക്ക് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അതിനുവേണ്ടി പറ്റുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണോ മുസ്ലിമീങ്ങൾക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുക, സമ്പത്ത് കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം സംസാരിച്ചിട്ടാണോ, എന്ത് മുഖേനയാണോ നന്മയ്ക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാൻ സാധിക്കുക, ആ വിഷയത്തിൽ നമ്മൾ സഹകരിക്കണം. ഇപ്പോൾ പ്രധാനമായും ദഅവത്തിൻ്റെ മേഖലകളിലൊക്കെ പറയുന്നത് എന്താ? ദഅവത്ത് ഏറ്റവും വലിയ ബിർറാണ്. ആ ദഅവത്തിൻ്റെ മേഖലയിൽ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ സഹകരിക്കണം. നമുക്ക് സമ്പത്താണുള്ളതെങ്കിൽ അത് ചെലവഴിക്കണം, നമുക്ക് ആരോഗ്യമാണുള്ളതെങ്കിൽ അത് ചെലവഴിക്കണം, നമുക്ക് അറിവാണുള്ളത് എങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള വഴി ഉപയോഗിക്കണം, എഴുതാനാണ് കഴിവുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കണം, ആളുകളെ ക്ഷണിക്കാനാണ് കഴിവെങ്കിൽ അത് ഉപയോഗിക്കണം. അങ്ങനെ ഏതൊരു നന്മയ്ക്കും പരസ്പരം സഹായിക്കുന്ന അവസ്ഥയിലായിരിക്കണം മുസ്ലിമീങ്ങൾ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ അതിനെതിരായിട്ടുള്ളത് ഉണ്ടാകരുതെന്നും പറയാം. എന്താണ്? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ശത്രുതയോ പകയോ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി ഒരു വഴിയൊരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. നന്മയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് പള്ളിയിൽ പോകാൻ വണ്ടിയില്ല, അപ്പം നമ്മുടെ കയ്യിൽ വാഹനമുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുപോയിക്കോ, അത് നന്മക്കുള്ള ഒരു സഹായമാണ്. എന്നാൽ അയാളൊരു എന്തെങ്കിലും ഒരു ഹറാമിലേക്ക് പോവുകയാണ്, അയാൾ ഒരു സിനിമ കാണാൻ പോവുക വിചാരിക്കുക, അപ്പോൾ അവന് വണ്ടിയില്ല, അപ്പോൾ വണ്ടി കൊടുക്കുക, അങ്ങനെ സഹായിക്കുക, അത് വേണ്ട. നന്മയിലാണ് പരസ്പരം സഹായിക്കേണ്ടതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. തിന്മയുടെ വിഷയങ്ങളിൽ, അതുപോലെയുള്ള ശത്രുത ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ, പകയുണ്ടാക്കുന്ന വിഷയങ്ങളിലൊന്നും പരസ്പരം സഹായിക്കരുത് എന്ന് അല്ലാഹു തആല പറയാം. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മിപ്പിച്ചു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പോൾ ഏതൊരു കാര്യം പറയുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യം ഗൗരവത്തിൽ എടുത്ത് പരിഗണിച്ച് മനസ്സിലാക്കണം എന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, അതിൽ വിരോധിച്ചിട്ടുള്ള ഒഴിവാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടണം എന്നുള്ളത് അള്ളാഹു തആല ഇതിലൂടെ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഒന്നാമത്തേത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, ദീനിൻ്റെ ചിഹ്നങ്ങളെ അവമതിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിനൊരു വില കുറഞ്ഞ് കാണുന്ന ഏത് കാര്യവും,
ഇപ്പോൾ ഖുർആനാവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാവട്ടെ, അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള സമയമാവട്ടെ, അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാവട്ടെ, അള്ളാഹുവിന് വേണ്ടി അറിവ് നടത്തുന്ന ഇതുപോലെ ഹദീകൾ, അറിവ് മൃഗങ്ങളാവട്ടെ, അള്ളാഹു പവിത്രമാക്കിയിട്ട മാസമാവട്ടെ, അതിനൊന്നും അവമതിക്കുന്ന, അനാദരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തഹല്ലുലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേട്ടയാടാമെന്ന് പറഞ്ഞു. അതുപോലെ ഹറമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ നമ്മളോട് എന്ത് ചെയ്താലും അത് തിരിച്ച് അക്രമം അവരോട് ചെയ്യുന്ന, അനീതി കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരാൾ നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു, അതിൻ്റെ പേരിൽ തിരിച്ച് അതിനപ്പുറത്തേക്ക് അവനോട് അവൻ അങ്ങനെ ചെയ്തവനാണ് എന്ന നിലയ്ക്ക് അനീതി കാണിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അവസാനം പറഞ്ഞത് നന്മയിൽ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും വേണം, തിന്മയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ആയത്ത് വരുന്നത് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വുദൂഇന്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്താണ്. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്. നമുക്കറിയാം, നിസ്കാരം സഹീഹ് ആവണമെങ്കിൽ, നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് വുദൂ ഉണ്ടായിരിക്കണം എന്നുള്ളത്, ഷർത്താണ് നിസ്കാരത്തിൻ്റെ. അപ്പോൾ ആ വുദൂഇന്റെ രൂപം എന്താണ്, അതിൽ നിർബന്ധമായിട്ടും കഴുകിയിരിക്കേണ്ട അവയവങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ രീതിയിലാണ് കഴുകേണ്ടത് എന്നെല്ലാം കാര്യങ്ങൾ പറയുകയും, ഇനി വുദൂ എടുക്കാൻ വെള്ളം ലഭിച്ചില്ല എങ്കിൽ തയമ്മും അനുവദനീയമാണ് എന്നറിയിക്കുകയും ചെയ്യുന്ന ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെ പഠിപ്പിക്കുന്ന ആയത്താണ് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്. ആയത്ത് വായിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാൻ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക, അതുപോലെ കൈമുട്ടുൾപ്പെടെ കൈകൾ കഴുകുക. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവുക. വഅർജുലക്കും, നിങ്ങളുടെ കാലുകൾ കഴുകുക. ഇലൽ കഅബൈൻ, ഞെരിയാണി ഉൾപ്പെടെ. വഇൻ കുൻതും ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരനായി എന്ന് വെക്കുക. ഫത്തഹറു, നിങ്ങൾ ശുദ്ധിയാകണം. വഇൻ കുൻതും മർളാ, ഇനി രോഗിയാണ് എങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രക്കാരനാണ്, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ കാഷ്ടിച്ചതിന് ശേഷം നിങ്ങൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഔലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അവസ്ഥ. ഫലം തജിദൂ മാഅ, എന്നിട്ട് ശുദ്ധിയാവാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല, വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ, ത്വയ്യിബായിട്ടുള്ള ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്തു കൊള്ളുക. ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീകും മിൻഹു, നിങ്ങൾ അത് ആ മണ്ണ് കൊണ്ട് മുഖം തടവുകയും നിങ്ങൾ കൈകൾ തടവുകയും ചെയ്യുക. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുത്വഹിറക്കും വലിയുത്തിമ്മ നിഅമതഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്കുള്ള നിഅമത്ത് പൂർത്തീകരിക്കാനുമാണ്. നിഅമതഹു അലൈക്കും ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എന്നാണ് ഈ ആയത്തിന്റെ ആശയം. ഈ ആയത്തിൽ നിന്ന് ധാരാളം അഹ്കാമുകൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇമാം സഅദി റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതിന് ലഭിക്കുന്ന ഫായിദകളായി, അഹ്കാമുകളായി കൊണ്ട് 51 കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അത് ചുരുങ്ങിയ രൂപത്തിൽ അതിലോരോന്ന് പറയാം. ഒന്നാമത്തേത്, ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മുഅ്മിനീങ്ങളെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരാളുടെ അമലുകൾ ശരിയാകാൻ, ഈമാനിനെ നിർബന്ധമാക്കുന്ന ആ കർമ്മങ്ങൾ ശരിയാവാൻ അവൻ അനുസരിക്കേണ്ട, പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് പറയാനുള്ള കാരണം എന്ന് അദ്ദേഹം പറയുകയാണ്. രണ്ടാമത്തേത്, നിസ്കാരത്തിന് വേണ്ടിയുള്ള കൽപ്പന ഈ ആയത്തിലുണ്ട്. ഇദാ ഖുംതും ഇലസ്സലാത്ത് എന്നുള്ളത് നിസ്കരിക്കാനുള്ള കൽപ്പന കൂടിയാണ്. മൂന്നാമത്തേത്, അൽ അംറു ബിന്നിയ്യതി ലിസ്സലാ, നിസ്കാരത്തിന് നിയ്യത്തുണ്ടായിരിക്കണം. ഇവിടെ ഇദാ ഖുംതും ഇലസ്സലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരത്തിന്റെ നിയ്യത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. നാലാമത്തേത്, ഇഷ്തിറാത്തു ത്വഹാറത്തി ലിസ്സിഹത്തിസ്സലാ, നിസ്കാരം ശരിയാവണമെങ്കിൽ വുളു ഉണ്ടായിരിക്കണം, ത്വഹാറത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അഞ്ചാമത്തേത്, ഒരാൾ ത്വഹാറത്ത് ഉണ്ടാകാൻ നിസ്കാരത്തിന്റെ സമയമാവുകയല്ല വേണ്ടത്, നിസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ളുഹറിന്റെ സമയമായി എന്നുള്ളത് കൊണ്ട് അവന് ത്വഹാറത്തായിരിക്കണം, വുളു എടുത്തിരിക്കണം നിർബന്ധമാണ് ഇല്ല, നിസ്കരിക്കാനാണ് വുളു ഉണ്ടാകേണ്ടത് എന്നുള്ളത്.
ആറാമത്തേത് വരുന്നത് നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫർളും നഫ്ലും ഉൾപ്പെട്ടു. ഫർള് കിഫായ ആയിട്ടുള്ള സ്വലാത്തുൽ ജനാസയാവട്ടെ, അല്ലാത്ത നിസ്കാരങ്ങളാവട്ടെ. അതുപോലെ ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തിലാവത്തിൻ്റെയോ ശുക്രിൻ്റെയോ സുജൂദാവട്ടെ, ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഷർത്തായിട്ട് ത്വഹാറത്ത് ഉണ്ടായിരിക്കണം എന്ന് ഈ ആയത്തിൽ നിന്നുള്ള ഒരു ഫായിദയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ ഫായിദാണ് അൽഅംറു ബിഗുസ്ലിൽ വജ്ഹ്, മുഖം കഴുകണം എന്നുള്ളത്. മുഖം കഴുകണം, മുഖത്തിന്റെ പരിധി നമുക്കറിയാം. ഈ നെറ്റിയുടെ ഈ മുകളിലെ മുടി ഉണ്ടാകുന്നതിന്റെ ആരംഭം മുതൽ താഴെ വരെയും 2 ചെവിയുടെ ഈ ഭാഗത്തും ആ മുഖം കഴുകുന്നതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ് അൽ മൽമലതു വൽ ഇസ്തിൻഷാഖ്, വായ കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ആ മുഖത്തിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ താടിയുണ്ടെങ്കിൽ താടി തൊലി കാണുന്ന അവസ്ഥകളിലാണെങ്കിൽ അത് ചിക്ക കറ്റി കഴുകണം എന്നുള്ളതും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നും മുഖം കഴുകുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം പറയുന്നത് 2 കൈകൾ കഴുകുക എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. വുളൂഇനുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് ഇതിൽ വന്നിട്ടുണ്ട്. 9ാമത്തേത് തല തടവുക എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുപോലെ തല തടവേണ്ടത് തലയുടെ മുഴുവൻ ഭാഗം തടവണം. ഒരിക്കലും ഒരു ചെറിയ ഭാഗം തടകിയാൽ മതി എന്നല്ല ഈ ആയത്തിൽ, മുഴുവൻ ഭാഗം തടവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി തലയുടെ മുഴുവൻ ഭാഗം തുടക്കം മുതൽ അവസാനം വരെ 1 കൈ കൊണ്ടോ 2 കൈ കൊണ്ടോ തടവണം എന്നുള്ളത് ഈ ആയത്തിൽ മനസ്സിലാക്കാം. സുന്നത്തിൽ 2 കൈകൾ കൊണ്ട് തടവിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ആ രൂപം മനസ്സിലാക്കാം. പിന്നെ 12ാമത്തെ വിഷയം പറയുന്നത് തടവലാണ് നിർബന്ധമായിട്ടുള്ളത്. തല കഴുകുക എന്നല്ല ഇവിടെ ഉദ്ദേശം. തടവിയാലാണ് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന പൂർത്തിയാവുക. തല തടവുകയാണ് വേണ്ടത്, തല കഴുകിയാൽ മാത്രം അല്ല, തല തടവലാണ് ഇവിടെ ഉദ്ദേശം എന്ന് ഈ ആയത്ത് മനസ്സിലാക്കാം എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. അതുപോലെ തന്നെ കാലുകൾ ഞെരിയാനും ഉൾപ്പെടെ കഴുകണം എന്നുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്നു. 13ാമത്തെ ഒരു കാര്യം. 14ാമത്തെ കാര്യം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് റാഫിളികൾക്ക്, പിന്നെ ഷീ വിഭാഗത്തിലെ തീവ്രക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള റദ്ദുണ്ട് ഇതിൽ. കാരണം അവർ ഈ ആയത്തിനെ പാരായണം ചെയ്യുമ്പോൾ ഇവിടെ കാലിൻ്റെ കാര്യം പറയുന്നിടത്ത് അവർ പറയുന്നത് കാല് തടവിയാൽ മതി. കാരണം ബിർഊസിഹിം എന്നുള്ളതിന് ചേർത്തി ജറ് ഇട്ടുകൊണ്ട് അർജുലി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തടവിയാ മതി എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അധിക പണ്ഡിതന്മാരും അർജുല നസ്ബ് ഇട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കാല് കഴുകുകയാണ് വേണ്ടത് എന്നുള്ള റാഫിളുകളുടെ തടവുക എന്നുള്ള വാദത്തിനുള്ള റദ്ദ് ഈ ആയത്തിലുണ്ട് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ 15ാമത്തെ ഒരു കാര്യമായി പറയുകയാണ്, സോക്സിന്മേലോ അല്ലെങ്കിൽ കാലിൽ ധരിക്കുന്ന എന്തിൻ്റെ മേലോ തടവുക എന്നുള്ളത്, അതിനുള്ള തെളിവ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ 16ാമത്തേത് വുളൂഇന് തർത്തീബ് ഉണ്ടായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവയവം കഴിഞ്ഞ് ഇന്ന അവയവം എന്നുള്ളത് ഓർഡറിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി തർത്തീബ് എന്നുള്ളത് ഈ പറഞ്ഞ അവയവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വേണ്ടത്. ഉദാഹരണം ആദ്യം മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക, അങ്ങനെയാണ് വേണ്ടത്. അല്ല, അതാണ് നിർബന്ധമായിട്ടുള്ളത്. ഇപ്പോൾ മുഖം കഴുകുന്നതിന് മുമ്പ് വായ കൊപ്പിളിക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്യാം. അങ്ങനെ അതിൻ്റെ അകത്തുള്ളതിലല്ല ആ തർത്തീബ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആ അവയവങ്ങളുടെ വിഷയത്തിലാണ് തർത്തീബ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 18ാമത്തെ ഒരു കാര്യമായിട്ട് ഓരോ നിസ്കാരത്തിനും വുളൂഇനെ പുതുക്കുക എന്നുള്ളത് കൂടി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വുളൂ എടുക്കുക എന്നുള്ളത് കൊണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള വിഷയം 19ാമത്തെ ഒരു ഫായിദയായിട്ട് ജനാബത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാകണം എന്നുള്ളതുള്ള കൽപ്പന ഈ ആയത്തിലുണ്ട്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ശുദ്ധിയാകണം, കഴുകണം എന്നുള്ളത് ഈ ആയത്തിൽ ലഭിക്കുന്നുണ്ട്. 21ാമത്തെ ആയത്തിൽ മുടിയുടെ 21ാമത്തെ ഫായിദയായിട്ട് തലയുടെ മുടിയെല്ലാം അകവും പുറവുമെല്ലാം ശരിക്ക് കഴുകണം എന്നുള്ളത് ഈ ആയത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ വലിയ അശുദ്ധിയുടെ അകത്ത് തന്നെ ചെറിയ അശുദ്ധിയും ഉണ്ട്. അഥവാ വലിയ അശുദ്ധിയിൽ നിന്ന് ഒരാൾ ശുദ്ധിയാകുമ്പോൾ നിയത്ത് ചെറിയ അശുദ്ധിയിൽ കൂടി ശുദ്ധിയാകാനുള്ള നിയത്ത് വെക്കുകയാണെങ്കിൽ അത് രണ്ടിൽ നിന്നും അവൻ ശുദ്ധിയായി തീരും എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. 23ാമത്തെ ഒരു ഫായിദയായിട്ട് ഒരാൾ ജനാബത്തുകാരനാവണമെങ്കിൽ അവൻ ഉറക്കത്തിലാവട്ടെ അല്ലാത്തയാവട്ടെ അവൻ ജിമായിൽ ഏർപ്പെട്ടുകൊണ്ടാവട്ടെ മനി പുറപ്പെടുമ്പോഴാണ് അവനാകുന്നത് എന്നുള്ളത്. 24ാമത്തെ ഒരു ഫായിദയായിട്ട് ഈ ആയത്തിൽ നിന്ന് പറയുന്നത് ഒരാൾക്ക് സ്വപ്നം കണ്ടു ആ നിലക്ക്, പക്ഷേ സ്ഖലനം സംഭവിച്ച ഒരു അടയാളവുമില്ല എങ്കിൽ അവൻ്റെ മേലെ കുളി നിർബന്ധമാകുന്നില്ല. കാരണം അവൻ ജനാബത്തുകാരനാണെന്ന് ഉറപ്പായിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫായിദയായിട്ട് എണ്ണിയിട്ടുണ്ട്.
25-ാമത്തെ ഒരു ഫായിദയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് തയമ്മും. കാരണം വെള്ളമില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഔദാര്യവും അനുഗ്രഹവുമാണ് തയമ്മും ചെയ്യുക എന്നുള്ളത് പരാമർശിച്ചിട്ടുണ്ട്. 26-ാമത്തെ ആയത്തിൽ ഈ 26-ാമത്തെ ഫായിദയായിട്ട് ഈ ആയത്തിൽ നിന്ന് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് വെള്ളമുണ്ടെങ്കിലും അവൻ്റെ രോഗത്തിന് വെള്ളം ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ, സാധാരണ തയമ്മം നമ്മൾ മുമ്പ് പറഞ്ഞു, 2 ദിവസം മുമ്പ് തയമ്മുമിൻ്റെ ആയത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രോഗിയാണെങ്കിൽ അവന് വെള്ളം സാധാരണ തയമ്മും ചെയ്യണമെങ്കിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേ പറ്റുള്ളൂ. രോഗിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എങ്കിൽ വെള്ളമുണ്ടെങ്കിലും അവന് തയമ്മും അനുവദനീയമാണ്. 27-ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് യാത്രക്കാരൻ അതുപോലെ തന്നെ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ തയമ്മും ചെയ്യൽ അനുവദനീയമാണ് എന്നുള്ളത്. അതുപോലെ 28-ാമത്തെ ഒരു കാര്യം പറയുന്നത് 2 മുൻദ്വാരത്തിലെയും പിൻദ്വാരത്തിലൂടെയും മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ വുളു മുറിയും എന്നുള്ളത് ഇതിൽ നിന്നുള്ള ഫായിദയാണ്. 29-ാമത്തേത് ഇമാം സഅദി റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് ഈ 2 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും വുളു മുറിക്കുകയില്ല. ഇപ്പോൾ ഒരാൾ ഗുഹ്യസ്ഥാനം കൈകൊണ്ട് സ്പർശിച്ചാലും വുളു മുറിയുകയില്ല, മൂത്രിച്ചാലോ കാഷ്ടിച്ചാലോ അല്ലെങ്കിൽ ഈ 2 മാർഗത്തിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാലാണ് വുളു മുറിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 30-ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് ഗായിത്ത് എന്നുള്ള പദം, അത് കാഷ്ടിക്ക എന്നല്ല അതിൻ്റെ ശരിക്കും അറബിയിൽ അർത്ഥം. അതൊരു പക്ഷേ ഒരു കർട്ടൻ മറ എന്നുള്ള നിലക്കാണ് അത് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തെ അറിയിക്കാൻ വേണ്ടി മറ്റൊരു പദം ഉപയോഗിച്ച് അറിയിക്കാം എന്ന് ഈ ആയത്തിൻ്റെ ഫായിദയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. 31-ാമത്തെ ഫായിദയായിട്ട് പറയുന്നത് ഭാര്യയെ ശഹ്വത്തോടുകൂടി ആസ്വദിക്കുക എന്ന നിലക്ക് സ്പർശിച്ചു കഴിഞ്ഞാൽ അത് വുളു മുറിയും എന്ന നിലക്ക് ഇതിൽ നിന്ന് ഫായിദയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ 32-ാമത്തെ ഒരു കാര്യമായി പറയുന്നത് തയമ്മുമിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. 33-ാമത്തെ ഒരു ഫായിദ ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നത് വെള്ളമുണ്ട് എങ്കിൽ അവൻ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ അത് ശരിയാവുകയില്ല. കാരണം വെള്ളമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നുള്ളത്, രോഗിയുടെ വിഷയത്തിലല്ല, അല്ലാത്ത വിഷയത്തിൽ. 34-ാമത്തെ വിഷയം പറയുന്നത് വെള്ളം അവൻ അന്വേഷിച്ചിരിക്കണം. കാരണം ലം യജിദ് എന്നുള്ള പദം ഉപയോഗിക്കണമെങ്കിൽ അന്വേഷിച്ച് കിട്ടാതിരിക്കുമ്പോഴാണ് ആ പദം ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ വെള്ളമൊന്നും അന്വേഷിക്കണമെന്നില്ല, ഉണ്ടോ ഇല്ലേന്നും തേടുന്നില്ല, അവൻ പെട്ടെന്ന് അവിടെ ഒന്നും വെള്ളമില്ല, അവൻ പെട്ടെന്ന് അവൻ എന്ത് ചെയ്യുക, തയമ്മും ചെയ്യുക, അങ്ങനെ പറ്റില്ല. ഏത് യാത്രയിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും വെള്ളം കിട്ടാൻ വഴിയുണ്ടോ എന്നവൻ അന്വേഷിക്കണം. എന്നിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിലാണ് തയമ്മും ചെയ്യേണ്ടത്. ഇനി ഒരാൾക്ക് 35-ാമത്തെ കാര്യം പറയുന്നത്, ഒരാൾക്ക് കുറച്ച് വെള്ളമുണ്ട്, വുളു എടുക്കാൻ ശരീരം എല്ലാ അവയവത്തിനുള്ള വെള്ളമല്ല എങ്കിൽ ആ കുറച്ച് വെള്ളം കൊണ്ട് വുളു എടുക്കുകയും പിന്നെ തയമ്മും ചെയ്യുകയാണ് വേണ്ടത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നു. ഇനി 36-ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ വേറെ എന്തെങ്കിലും താഹിറായ ഒരു കാര്യം കൂടിക്കലർന്ന വെള്ളമാണ് ആ സമയത്ത് ലഭിക്കുന്നത് എങ്കിലും അതുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്. 37-ാമത്തെ ഒരു ഫായിദയായിട്ട് പറയുന്നത് തയമ്മുമിന് നിയ്യത്തുണ്ടായിരിക്കണം. കാരണം ഫതയമ്മമു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തയമ്മും ചെയ്യുകയാണെന്നുള്ള നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ്. ഇനി 38-ാമത്തെ കാര്യമായി പറയുന്നത് മണ്ണുള്ള ഭൂമിയുടെ പ്രതലത്തിലാണ് അടിച്ചുകൊണ്ടാണ് തയമ്മും ചെയ്യേണ്ടത്. അപ്പോൾ പൊടിപടലമുള്ള ഭൂമിയുടെ അംശമുള്ള ഏതൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടും തയമ്മും ചെയ്യാവുന്നതാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് തയമ്മും ചെയ്യുമ്പോൾ ആ മണ്ണിൽ നജിസ് ഉണ്ടാകാൻ പാടില്ല, ശുദ്ധിയുള്ള മണ്ണുകൊണ്ടാണ് ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് ഈ ആയത്തിൽ ലഭിക്കുന്ന ഫായിദയാണ്. 40-ാമത്തെ കാര്യം പറയുന്നത് തയമ്മുമിന്റെ രൂപം മുഖവും 2 കൈകളും മാത്രം തടവിയാൽ മതി, ബാക്കിയുള്ള അവയവങ്ങൾ അതിന് ബാധകമല്ല എന്നുള്ളത്. അതുപോലെ 41-ാമത്തെ ആയിട്ട് പറയുന്നത് ബി വുജൂഹിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മുഖം മൊത്തം തടവണം. തയമ്മുമിന്റെ സമയത്ത് നമ്മൾ രൂപം നില പറഞ്ഞു, അത് അടിച്ചിട്ട് മുഖം മൊത്തം തടവേണ്ടതുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. അടുത്തത് പറയുന്നത് ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്ന അഭിപ്രായം നമ്മൾ പറഞ്ഞു, തയമ്മുമിന്റെ വിഷയത്തിൽ കൈപ്പത്തി മാത്രം തടയാൻ മതി, മുട്ടുൾപ്പെടെ തടവണം എന്നുള്ളതുണ്ട്. അദ്ദേഹം ഇതിൽ മുട്ടുൾപ്പെടെ തടവണം എന്നാണ് പറയുന്നത്. അധിക പണ്ഡിതന്മാരും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നൊരു വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് കൈപ്പത്തി തടവിയാൽ മതി എന്നാണ്. അല്ലാഹു അഅലം.
പിന്നെ ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഫായിദയായി പറയുന്നത് വലിയ അശുദ്ധിയാവട്ടെ ചെറിയ അശുദ്ധിയാവട്ടെ ഈ രണ്ടെണ്ണത്തിനും തയമ്മും പറ്റും എന്നുള്ളത് ഇതിൽ ലഭിക്കുന്ന ഫായിദയാണ്. 44-ാമതായിട്ട് പറയുന്നത് വലിയ അശുദ്ധിയാവട്ടെ ചെറിയ അശുദ്ധിയാവട്ടെ മുഖവും കൈകളും തടവിയാൽ തന്നെ ആ രണ്ടിൽ നിന്നും ശുദ്ധിയാകാൻ അത് മതിയായതാണ് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനുള്ള ഉദ്ദേശത്തിൽ ഒരു തയമ്മും ചെയ്താൽ ആ തയമ്മും ശരിയാകും എന്നുള്ളത് മറ്റൊരു ഫായിദയായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ കൈകളും മുഖവും തടവിയാൽ മതിയാകും. അത് എന്തുകൊണ്ട് തടവിയാലും അതായത് മണ്ണിൻ്റെ അംശം കൊണ്ട്, അത് കൈകൊണ്ട് മാത്രമല്ല അല്ലാത്ത എന്ത് കാര്യം കൊണ്ടും കൈയും മുഖവും തടവിയാലും അവിടെ തയമ്മും ശരിയാകും എന്നും ഈ ആയത്തിൻ്റെ ഫായിദയായിട്ട് പറയുന്നു. 47-ാമത്തെ ഒരു കാര്യം പറയുന്നത് തർത്തീബ് ഉണ്ടായിരിക്കണം തയമ്മുമിൻ്റെ വിഷയത്തിലും. കാരണം ഇതിൽ അല്ലാഹു തആല ആദ്യം മുഖം പറഞ്ഞു, പിന്നെ കൈകൾ പറഞ്ഞു, അതുകൊണ്ട് തർത്തീബ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹദീസുകളിൽ ആദ്യം കൈ തടവിയതായിട്ടും വന്നിട്ടുണ്ട്. 48-ാമത്തെ ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നത് നമ്മുടെ ശർഅ് അത് വളരെയധികം എളുപ്പമുള്ളതാണ്. ഒരിക്കലും ഒരാൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളമില്ല എങ്കിലും പിന്നെ മണ്ണുകൊണ്ട് തയമ്മും ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. 49-ാമത്തേത് പറയുന്നത് വെള്ളം കൊണ്ട് ശുദ്ധിയാകുന്നുണ്ട്, അതുപോലെ മണ്ണ് കൊണ്ട് ശുദ്ധിയാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാകുമ്പോഴാണ് ശരിക്ക് വൃത്തിയാകുന്നത്. മണ്ണുകൊണ്ട് വെറുതെ തയമ്മും ചെയ്യുമ്പോൾ ശുദ്ധിയാവുന്നില്ല. അപ്പോൾ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഅനവിയായിട്ട് ദീനിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയാകാൻ തയമ്മും കൊണ്ടും മതിയാകും. അത് മനുഷ്യൻ അല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നത് പോലെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, തയമ്മും കൊണ്ടും ശുദ്ധിയാകും എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന മറ്റൊരു കാര്യം, വെള്ളം കൊണ്ടും മണ്ണ് കൊണ്ടും ബാഹ്യമായി ശുദ്ധിയാകുന്നത് പോലെ ബാത്തിനായിട്ട് ഒരാളുടെ ആന്തരികം ശുദ്ധിയാകുന്നത് തൗഹീദ് കൊണ്ടും തൗബയും കൊണ്ടുമാണ്. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്നത് വഴിയും അതുപോലെ തൗഹീദ് കൊണ്ടുമാണ് ഒരാളുടെ ഉള്ളു ശുദ്ധിയാകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 51-ാമത്തെ കാര്യമായിട്ട് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ശർഇൽ ദീനി നിയമങ്ങളിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നാം നന്ദി കാണിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ആയത്ത് അവസാനിപ്പിച്ച എന്താ, ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ദീനി നിയമത്തിലും നമുക്ക് ഉപകാരമുള്ള ധാരാളം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അത് അള്ളാഹു നൽകിയ നിഅമത്താണ്, അതിന് നന്ദി കാണിക്കുകയും വേണം എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ ധാരാളം അഹ്കാമുകൾ ഉൾക്കൊള്ളുന്ന ഒരായത്താണ്. ഓരോന്നിൻ്റെയും വിഷയത്തിൽ ധാരാളം ചർച്ചകളും പഠനങ്ങളും ഫിഖ്ഹിൻ്റെ ബാബിൽ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ വുദു എന്നുള്ളതിൻ്റെ രൂപം, അതിൻ്റെ അർക്കാനുകൾ, നിർബന്ധമായിട്ടും കഴുകേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.